കോവിഡ്-19 നേരിടാൻ Npol എന്ന ദേശരക്ഷകരുടെ കൈത്താങ്ങ്. Npol കൊച്ചിയിലെ ഔട്ട്സ്റ്റാൻഡിംഗ് സയന്റിസ്റ്റും ഡയറക്ടറുമായ എസ് വിജയൻ പിള്ള, പ്രോജക്ട് ഡയറക്ടറും എഫ് ഗ്രേഡ് സയന്റിസ്റ്റുമായ സമീർ അബ്ദുൾ അസീസ് എന്നിവരുമായി അഭിമുഖം ഇപ്പോൾ. വളരെ ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണ് DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ദേശീയ സുരക്ഷയ്ക്ക് ആവശ്യമുള്ള എല്ലാവിധ സപ്പോർട്ടുകളും നൽകുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ് Npol, നേവൽ ഫിസിക്കൽ ഓഷ്യനോഗ്രാഫിക് ലബോറട്ടറീസ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നേവിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിസർച്ച് വർക്കുകളും നേവിയെ സഹായിക്കുന്നതിന്, അത് ദേശരക്ഷ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനൊക്കെയുള്ള ഒരു സ്ഥാപനമാണ്. ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ പ്രാധാന്യമുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും പറയാതെ തന്നെ ഉള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ യുദ്ധം ഉണ്ടായാലും സമാധാന കാലത്തും എല്ലാം പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഡിഫൻസിന്റെ സേവനം. ഇപ്പോൾ വെള്ളപ്പൊക്കം വരുമ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴും ഒക്കെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. സമീപകാലത്തുള്ള ആഗോളതലത്തിൽ തന്നെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഇപ്പോൾ കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19, ആ ഒരു മഹാമാരിയുടെ വ്യാപനവും അതേ തുടർന്ന് നാട്ടിലെല്ലാമുള്ള ബുദ്ധിമുട്ടുകളും. അപ്പോൾ ഈ ഒരു കാര്യത്തിലും Npol എന്ന് പറയുന്ന സ്ഥാപനം വളരെ ശ്രദ്ധേയമായ ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതിന്റെ ഭാഗമായി ഇന്ന് നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ 2 മഹത് വ്യക്തികൾ ഈ Npolനെ പ്രതിനിധീകരിച്ചിട്ട് ഇവിടെയുണ്ട്. ഒന്ന് Npol കൊച്ചിയുടെ ഡയറക്ടറായ ശ്രീ എസ് വിജയൻ പിള്ള, രണ്ടാമത്തത് ശ്രീ സമീർ അബ്ദുൾ അസീസ് എന്ന് പറയുന്ന ഒരു സീനിയർ സയന്റിസ്റ്റായ വ്യക്തിയും കൂടെയാണ് Npolലെ. അദ്ദേഹമുണ്ട്. അപ്പോൾ ഈ 2 വ്യക്തികളിലും ഈ Npolലും COVID-19 ബന്ധപ്പെട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, സമൂഹത്തിന്റെ രക്ഷയ്ക്കായി ചില കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളത് ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ അഭിമുഖം നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വിജയൻപിള്ള സാറിന് തന്നെ തുടങ്ങാം. ആമുഖത്തിൽ പറഞ്ഞ പോലെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരു കാര്യം ചെയ്യുക എന്നുള്ള ഈ ആശയം, പ്രത്യേകിച്ച് ഈ COVID-19 അതിനെ മുൻനിർത്തി എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞത്? ഏതൊക്കെ രീതിയിലായിരുന്നു ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്? ഞങ്ങളുടെ Npol എന്ന് പറയുന്ന ലാബ്, നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫിക് ലാബറട്ടറി, കേരളത്തിലെ ഉള്ള ഒരേ ഒരു ലാബാണ് DRDOയുടെ. ഈ ഞങ്ങളുടെ ലാബുകളിലെല്ലാം ഒരു മെച്ചപ്പെട്ട വളരെ വലിപ്പത്തിലുള്ള ഒരു ലാബ് തന്നെയാണിത്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേവിക്ക് വേണ്ടിയുള്ള അണ്ടർ വാട്ടർ സെൻസറുകളും അണ്ടർ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള വെപ്പൺ സെൻസേഴ്സ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് നേവൽ ബേസ് ഉണ്ട്. ഇപ്പം മിക്കവാറും ഞങ്ങളുടെ എല്ലാ വർക്കുകളും നേവിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഈ COVID-19 ഔട്ട് ബ്രേക്ക് നടന്നപ്പോൾ തന്നെ, ആ തുടക്കത്തിൽ തന്നെ ഞങ്ങളുടെ ചെയർമാനായ ഡോക്ടർ സതീഷ് റെഡ്ഡിയും ഞങ്ങളുടെ ഡയറക്ടർ ജനറലായിട്ടുള്ള ഡോക്ടർ സമീർ കമ്മത്തും കൂടെ ഞങ്ങൾക്ക് കുറേ ഇൻസ്ട്രക്ഷൻ തന്നു. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിരിക്കണം. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് നേരത്തെ ഉള്ളൊരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു നാഷണൽ കലാമിറ്റീസോ നാഷണൽ എമർജൻസിയോ വന്നാൽ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ അതിനുവേണ്ടി ചെയ്യാവുന്ന, ലോക്കലായിട്ട് ചെയ്യാവുന്ന എല്ലാ സപ്പോർട്ടുകളും ചെയ്യണം, അതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ഫ്ലഡ് ഉണ്ടായപ്പോഴും ഞങ്ങൾ വളരെ ആക്റ്റീവായിരുന്നു. ഇപ്പം ഞങ്ങൾ തുടങ്ങിയത് ഞങ്ങളുടെ ചെയർമാൻ്റെ ഡയറക്ഷൻ പ്രകാരം ഞങ്ങൾക്ക് എല്ലാ ഫണ്ടുകളും അതിനുള്ള ഫണ്ടുകളും അതോറിറ്റീസും എല്ലാം തന്നെ ലോക്കലി തന്നു. ഞങ്ങളോട് പറഞ്ഞ് വളരെ ക്വിക്കായിട്ട് എന്തെല്ലാം ആക്ട് ചെയ്യാൻ പറ്റുമോ ചെയ്യുമോ. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ലാബിലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ ഡിസിപ്ലിനും ഉള്ള ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, പിന്നെ മെറ്റീരിയൽസ് ഉണ്ട്. ഇതെല്ലാ വിഭാഗത്തിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ സയൻറ്റിസ്റ്റുകളാണ്. എല്ലാവരും സയൻറ്റിസ്റ്റുകളും വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത്രയും സ്ട്രെങ്ത് ഉള്ള സമയത്ത് ആദ്യം ഞങ്ങൾ തുടക്കമിട്ടത് സാനിറ്റൈസേഴ്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതായിരുന്നു ആദ്യത്തെ ആവശ്യം. ഫസ്റ്റ് ആവശ്യം അതായിരുന്നു. ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ സാനിറ്റൈസേഴ്സ് കൊടുക്കുക. പിന്നെ അവർക്ക് ആവശ്യമുള്ള ഫുഡ് ഐറ്റംസ്. ഇപ്പം ഞങ്ങളുടെ തന്നെ ഒരു ലാബാണ് DFRL എന്ന് പറഞ്ഞ് മൈസൂരിലുള്ളത്. ആ മൈസൂരിലുള്ള ലാബിൽ നിന്ന് ഞങ്ങൾ 4000 പാക്കറ്റുകളാണ് വളരെ ചുരുങ്ങിയ സമയത്ത് ഇവിടുന്ന് ഞങ്ങളുടെ തന്നെ വണ്ടി പോയി അവർ അവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. അപ്പോൾ അത് ഒരു ഫുഡ് കഴിച്ചാൽ ഒരു ദിവസത്തേക്ക് ഒരു ഫുഡ് എന്നുള്ള രീതിയിലാണ്. അത് സോൾജിയേഴ്സിനുള്ളതാണ്. അത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയൊക്കെ ചെയ്തു. അത് കൂടാതെ തന്നെ ഞങ്ങൾ ഷമീർ അതിൻ്റെ കണക്ക് പറയും, അത് എത്ര സാനിറ്റൈസേഴ്സ് എത്രമാത്രം ഞങ്ങൾ സപ്ലൈ ചെയ്തു. അത് ഞങ്ങൾക്ക് പോലീസിൻ്റെയും നേവൽ ബേസിൻ്റെയൊക്കെ സപ്പോർട്ട് കിട്ടി അത് മെറ്റീരിയൽ കളക്ട് ചെയ്യാനുള്ള. പിന്നെ അതിനുള്ള ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾക്കുള്ള എക്സ്പെർട്ട് കെമിസ്ട്രി ഇവിടെ ഉണ്ട്, കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ WHO ഡയറക്ഷൻ പ്രകാരം ഞങ്ങളത് പ്രിപ്പയർ ചെയ്ത് വളരെ കെയർഫുള്ളി പ്രിപ്പയർ ചെയ്ത് കുറേ നമ്പേഴ്സ് കൊടുത്തു. അങ്ങനെയാണ്
അങ്ങനെയാണ് തുടക്കം. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വളരെയധികം വിവിധ ഫീൽഡ് ഏരിയയിൽ ഞങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ഉണ്ട്. ഞങ്ങൾക്ക് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉണ്ട്, മിനിമം വേയിലുള്ള ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, ഞങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ സംവിധാനവും ഉള്ളതുകൊണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ള അടുത്ത ഡയറക്ഷനും അടുത്ത ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഡു വാട്ട് എവർ പോസിബിൾ എക്യുപ്മെൻറ്റ്സ് പോസിബിൾ. അപ്പോൾ ഈ കോവിഡ് നടന്നപ്പോൾ കണ്ട ഈ ഒരു ഫിനോമിനയിൽ എന്താ കണ്ടത്, നമ്മളെല്ലാ രാജ്യങ്ങളും കട്ട് ഓഫ് ആയി, മറ്റുള്ളവരിൽ നിന്ന് എല്ലാവരും ഐസൊലേറ്റഡ് ആയി. സോ ഐസൊലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടിനുള്ള ചാൻസ് ഇല്ല. മെറ്റീരിയൽ നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് എന്താ, മാക്സിമം മെഡിക്കൽ എക്യുപ്മെന്റ്സും എയ്ഡ്സും നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ഒരു ശീലമായിട്ട് മാറി. അതായത് ഇമ്പോർട്ടഡ് എന്നുള്ളത് നമുക്ക് ശീലമായി. അതിൻ്റെ കാരണം നമുക്ക് ഇൻഡിവിജ്വൽസിന് ഇൻഡിജിനൈസേഷൻ എന്നുള്ള ആ ഫിയർ പോയിട്ട്. പക്ഷേ DRDOയുടെ ഒരു മേജർ ടീം ഒരു ഐഡിയ തന്നെ ഇമ്പോർട്ട് അവോയ്ഡ് ചെയ്ത് ഇൻഡിജിനൈസേഷൻ ഓഫ് ദി ഡിഫൻസ് എക്യുപ്മെന്റ് എന്നാണ് ഞങ്ങളുടെ ഒരു മന്ത്രം തന്നെ. അതാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ വളരെ നാളുകൾക്ക് മുമ്പ് നമ്മൾ തുടങ്ങിയതാണ് മേക്ക് ഇൻ ഇന്ത്യ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ചെയർമാൻ ഡിക്ലെയർ ചെയ്ത് വാർ അഗൻസ്റ്റ് കൊറോണ എന്നുള്ളൊരു തീമാണ് ഇറക്കിയിരിക്കുന്നത്. അതും പ്രകാരം ഞങ്ങൾ ഇൻഡിജിനൈസേഷൻ ഓഫ് കുറേയധികം എക്യുപ്മെന്റ്സ് ഞങ്ങൾ ഇറക്കാൻ തുടങ്ങി. വളരെ വളരെ ചെറിയ തോതിൽ തുടങ്ങി. ഫോർ എക്സാമ്പിൾ നമ്മൾ ടെമ്പറേച്ചർ പ്രോബ് നമ്മളെല്ലാവരും കാണുന്ന ചൈനയുടെ സാധനം വാങ്ങുക, ഉടനെ വളരെ ചെറുതായിട്ട് കിട്ടും. അത് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റില്ലേ? പറ്റും. കാര്യം ഞങ്ങൾ ഉപയോഗിക്കുന്ന സെൻസറുകൾ അണ്ടർ വാട്ടറിൻ്റെ ഹൈ പ്രിസിഷൻ സെൻസർ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് തന്നെ അത് ജസ്റ്റ് എടുത്ത് ഞങ്ങൾ യൂസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരാഴ്ചയോ 2 ആഴ്ചയോ കൊണ്ട് ഞങ്ങളുടെ പ്രോബ് പുറത്തിറക്കാൻ പറ്റുന്നത്. ഞങ്ങൾ മാത്രമല്ല, അടുത്തുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്, കുറേ കുഞ്ഞു ഇൻഡസ്ട്രീസ് ഉണ്ട്, അവരെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ആദ്യം ഇറക്കിയതാണ് ഒരു ടെമ്പറേച്ചർ പ്രോബ് എന്നുള്ള കൺസെപ്റ്റിലാണ് ആദ്യം നമ്മൾ തുടങ്ങിയത്. തെർമോമീറ്റർ, അതും തൊട്ടും തൊടാതെയും, ദേഹത്ത് തൊട്ടുള്ളതാകാം, അത് വളരെ ഹൈ ആക്യുറസിക്കും തൊടാതുള്ളതും ഉണ്ടാക്കി. പക്ഷേ നമ്മളത് ഒരു ജനറൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൈനയിൽ നിന്ന് വാങ്ങുമ്പം വി ജസ്റ്റ് ഗോ ആൻഡ് ഗെറ്റ് ഇറ്റ് ഫോർ 100 rupees എന്നുള്ളവരാണ്. പക്ഷെ അതിൻ്റെ ലൈഫും ഒക്കെ വളരെ കുറവാണ്. അത് ഞങ്ങളെപ്പോലുള്ളവർക്ക് അറിയാവും അത്രമാത്രം ലൈഫ് ഉണ്ട്. പിന്നെ അതിൻ്റെ ആക്യുറസി, പിന്നെ ലോങ് ടൈമിൽ എല്ലാ രാജ്യത്തെയും നശിപ്പിക്കുന്ന ഒന്നാണ് ഈ ഇമ്പോർട്ട് മാനിയ. ഇമ്പോർട്ട് കൾച്ചർ, വിദേശ നാണ്യമൊക്കെ കുറയും. ഇമ്പോർട്ട് കൾച്ചർ കുറച്ചില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ കൊറോണ ഒരു പ്രൂഫാണ് അതിൻ്റെ. നമ്മൾ ഐസൊലേറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നൗ വി ആർ ഇൻ ഡാർക്ക് അൺലെസ്. അപ്പം നമ്മൾക്ക് ഇൻഡിജിനൈസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാകണം. പ്രത്യേകിച്ച് ഇന്നലെ പ്രധാനമന്ത്രി തന്നെ അത് പറയുകയുണ്ടായി, നമ്മൾ ഇനി നമ്മുടെ രാജ്യത്ത് ഉൽപാദനം കൂടുതൽ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കണം, അതിനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നുള്ളത്. വേറെ രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ് ഇൻ കർസ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇത് നമ്മൾ യൂസ് ചെയ്യണം, ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂസ് ചെയ്യുക തന്നെ ചെയ്യണം. അതിനുള്ള എല്ലാ അറിവുകളും കഴിവുകളും നമ്മുടെ ആളുകൾ കൊണ്ടെന്നുള്ളതിന് പ്രൂഫാണ് ഞങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 10-12 പ്രൊഡക്റ്റ് പെട്ടെന്ന് ഞങ്ങൾക്ക് ഇറക്കാൻ പറ്റിയത്, ഞങ്ങളുടെ ശാസ്ത്രജ്ഞന്മാർക്ക് ഇറക്കാൻ പറ്റിയത്. അപ്പോൾ ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ വളരെ ഹാബിറ്റേറ്റഡ് ആണ്. 12, 16, 17 മണിക്കൂർ വർക്ക് ചെയ്തുള്ള പരിചയം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ സമ്മർ ഷിപ്പിലും പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് 19 hours ഒക്കെയാണ് ഡെയിലി പോകുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഹാബിറ്റേറ്റഡ് ആണ്. ഞങ്ങൾ ലാബിലിരുന്ന് അത് ഞങ്ങൾക്ക് ശീലമുണ്ട് അങ്ങനെ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് അത് യൂസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ സാറ് പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഒരു ആമുഖത്തിൽ തന്നെ ഏത് രീതിയിലാണ് NPOയിൽ ഇതിൻ്റെ ഒരു കാൽവെപ്പ് നടത്തിയത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു സീനിയർ സയൻറ്റിസ്റ്റായ സമീർ അബ്ദുൾ അസീസ് സാറിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ കേൾക്കാം. അപ്പോൾ സാറ് തന്നെ അതിനൊരു ലീഡ് ഇട്ടിട്ടുണ്ട്. അതായത് സാനിറ്റൈസേഴ്സും അങ്ങനെയുള്ള ആദ്യം ആവശ്യമായ സാധനങ്ങൾ കുറേയൊക്കെ NPOയിൽ സജ്ജമാക്കി കൊടുത്തു എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ്, എത്രത്തോളം ആ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് സമീർ സാർ എങ്ങനെയാണ് പറയുന്നത്? ആവശ്യമാണ് ആവിഷ്കാരത്തിൻ്റെ ആധാരം എന്നാണല്ലോ നമ്മൾ പറയാറ്. ഈ COVID-19 ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ളൊരു സാഹചര്യമാണ് രാജ്യത്തിലൊട്ടാകെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ NPOയിൽ ഞങ്ങൾ ആദ്യം ചെയ്തത്, ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ആദ്യം വന്ന റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാനിറ്റൈസേഴ്സ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളുടെ തന്നെ എംപ്ലോയീസ് പലരും പറഞ്ഞു അവർക്കും സാനിറ്റൈസർ എവിടെയും കിട്ടാനില്ല, മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ മാത്രമല്ല നമ്മളുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ കലക്ടറുമായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹെൽത്ത് അതോറിറ്റീസ്, പിന്നെ കൊച്ചി പോലീസ്, ഞങ്ങളുടെ ഇന്ത്യൻ നേവി, അവർക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് വലിയൊരു റിക്വയർമെൻറ്റ് വന്നു. കാരണം സദേൺ നേവൽ കമാൻഡിൽ, കാരണം നമ്മുടെ ധാരാളം ഷിപ്സിലും സബ്മറീൻസിലൊക്കെ ആൾക്കാർ പോകുമ്പോൾ ഒരു വളരെ കണ്ടെയ്ൻഡ് ആയിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് അവരുള്ളത്. വളരെ സസെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തുകൊണ്ട് ഞങ്ങളുടെ ലാബിൽ തന്നെ ഞങ്ങൾ സാനിറ്റൈസേഴ്സ് ഞങ്ങൾ ഉണ്ടാക്കി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ സാനിറ്റൈസേഴ്സിൽ ടെക്നോളജിക്കലി അത് വലിയൊരു കാര്യമില്ല, കാരണം ചിലപ്പം WHO ഗൈഡ് ലൈൻസ് അവൈലബിൾ ആണ്, ഒരുപക്ഷെ ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിൽ ഞങ്ങളുടെ ഒരു കെമിസ്ട്രി ലാബിലുള്ള സൗകര്യങ്ങളും ഞങ്ങളുടെ കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടുള്ള സയൻറ്റിസ്റ്റും മുൻകൈ എടുത്തുകൊണ്ട് അതിൽ ചെറിയ രീതിയിലുള്ള ഇന്നോവേഷൻസും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി ബെറ്റർ സ്മെല്ലും യൂട്ടിലിറ്റിയുള്ള രീതിയിൽ. മാത്രമല്ല ഞങ്ങൾ ഇത് ആദ്യം കുറച്ച് വലിയ കുപ്പികളിലായിട്ടാണ് ലാബിലെല്ലാം കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ കൊച്ചി കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് ഞങ്ങൾ അഡീഷണൽ കമ്മീഷണറും പിന്നെ അതുപോലെ തന്നെ ACP ആയിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചി
സിറ്റിയിൽ തന്നെ ഏകദേശം 2500 പോലീസുകാർ ഡ്യൂട്ടിയിലുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അവർ ഫുൾ ടൈം ഫീൽഡിലാണ്. അപ്പോൾ അവർക്ക് അവരുടെ പോക്കറ്റിൽ വെക്കാവുന്ന സൈസിൽ നിങ്ങൾക്കൊരു സാനിറ്റൈസർ തരാൻ പറ്റുമെങ്കിൽ അതെല്ലാവർക്കും കൂടി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വലിയ കാര്യമാണെന്നവർ പറഞ്ഞു. അതായത് 50 ml 100 ml ചെറിയ കുപ്പികളായിട്ട്. അപ്പോൾ മാർക്കറ്റിൽ കുപ്പികൾ കിട്ടാന്നുള്ളതും വലിയൊരു പ്രശ്നമാണ്. അതെ, ആ സമയത്ത് എല്ലാം അടച്ചിട്ട ഒരു സാഹചര്യമായിരുന്നു. എക്സാക്ട്ലി. അപ്പം റോ മെറ്റീരിയൽസ് കിട്ടാന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പോൾ അതിന് നമ്മുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും സ്റ്റേറ്റ് അതോറിറ്റീസും അതുപോലെ തന്നെ എക്സൈസും വളരെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് സംഘടിപ്പിക്കാൻ പറ്റുകയും വെറും 3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ 20,000-ലധികം ബോട്ടിൽസ് സാനിറ്റൈസേഴ്സ് ലാബിലുണ്ടാക്കി. അപ്പോൾ അതൊരു കൂട്ടായ്മയുടെ ഫലമായിരുന്നു. കാരണം ഈ ഒരു കാരണം നമുക്ക് 10 പേരിൽ കൂടുതൽ 5 പേരിൽ കൂടുതൽ ഒരുമിച്ചൊരു സ്ഥലത്ത് നിൽക്കാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം സ്പ്രെഡ് ചെയ്ത് ലാബിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ഒരു പ്രൊഡക്ഷൻ ലൈൻ പോലെ സ്ഥാപിച്ച് 3 ദിവസം കൊണ്ട് ഇത്രയും നമ്പേഴ്സ് നമ്മൾ ജനറേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇപ്പം അതിൽ ഏകദേശം ഒരു 2000-ൽ കൂടുതൽ സാനിറ്റൈസേഴ്സ് നമ്മൾ സദർ നേവൽ കമാൻഡിന് കൊടുത്തിട്ടുണ്ട്. 500-ൽ കൂടുതൽ സാനിറ്റൈസേഴ്സ് നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടറേറ്റിലും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ ലോക്കൽ അതോറിറ്റീസിൽ പലയിടത്തും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിലെല്ലാം പ്രധാനമായിട്ട് എനിക്ക് പറയാൻ വന്നത് പോലീസിൻ്റെ കാര്യം തന്നെയാണ്. കാരണം അവർ ഈ റിക്വയർമെൻറ്റ് പറഞ്ഞപ്പോൾ ഞങ്ങളന്ന് ആലോചിച്ചത് അറ്റ്ലീസ്റ്റ് ഒരു ഓർഗനൈസേഷൻ്റെ ഒരു മാസത്തേക്കുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ഒരു മാസത്തേക്കുള്ള മൊത്തം റിക്വയർമെൻറ്റ് ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ 10,000-ൽ കൂടുതൽ 10,800 ബോട്ടിൽസ് എക്സാക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അത്രയും സാനിറ്റൈസേഴ്സ് ഞങ്ങൾ കൊച്ചി പോലീസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ ഈ ഒരു സാനിറ്റൈസറിൻ്റെ ബോട്ടിൽ ഞങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു 10 ദിവസം മുതൽ 14 ദിവസം വരെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഫീൽഡിൽ ഒരാൾക്ക് പൊതുവേ അതിൽ കൂടുതൽ ഫ്രീക്വൻസി ഉള്ളതുകൊണ്ട് ഒരാഴ്ച ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് 4 ബോട്ടിൽ എന്നുള്ള കണക്ക് വെച്ചിട്ടാണെങ്കിൽ 10,000 ബോട്ടിൽസാണ് ശരിക്കും കൊച്ചി പോലീസിന് വേണ്ടി വെക്കാൻ. അത് ഞങ്ങൾ മൊത്തം അവർക്ക് ഉണ്ടാക്കി കൊടുത്തുമായിരുന്നു. അതുപോലെ തന്നെ അവർ പറഞ്ഞത് ഫീൽഡിലുള്ളപ്പോൾ ഒരു പ്രശ്നം മാസ്ക്കാണ്. അപ്പോൾ റീയൂസബിൾ ആയിട്ടുള്ള വാഷബിൾ മാസ്ക് അവരുടെ ഇമ്മീഡിയറ്റ് റിക്വയർമെൻ്റ് ഉള്ളത് ഞങ്ങൾ സംഘടിപ്പിച്ച് കൊടുത്തായിരുന്നു. ഇത് അവർക്ക് ഡ്യൂട്ടിയിലുള്ളപ്പോൾ അവരിപ്പം ആൾക്കാരായിട്ട് ഇടപെടുമ്പോൾ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ എന്തെങ്കിലും ചുമയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരിൽ നിന്നുള്ള എയറോസോൾസ് പുറത്തേക്ക് തടയാന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാന വിഷയം. അപ്പോൾ മാസ്ക് ധരിക്കൽ ഇപ്പോൾ നമ്മളൊരു സോഷ്യൽ നോം കൂടിയാണ്. അപ്പോൾ അത് അവർക്ക് കാരണം ഈ ഡിസ്പോസബിൾ മാസ്ക് വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ കോട്ടൺ ബേസ് മാസ്ക് ഞങ്ങൾ തന്നെ പ്രൊക്യൂർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. അതിൽ കൂടി ഞങ്ങൾ അവർക്കും കൂടി ഉണ്ടാക്കി ഞങ്ങൾ 2000 മാസ്ക് ഓൾറെഡി കൊടുത്തു. ഇനിയും കുറച്ച് മാസ്കുകൾ ഞങ്ങൾ കൊടുക്കാൻ ഏറ്റിട്ടുണ്ട്. അതും ഞങ്ങൾ ഉടനെ ചെയ്യുന്നതാണ്. രണ്ടാമത് ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി ആലോചിച്ചത് DRDOയിൽ ഓൾറെഡി ഇതുപോലെ തന്നെ DRDOയുടെ വലിയൊരു ശൃംഖലയാണ്. രാജ്യമൊട്ടാകെയുള്ള പല ലാബറട്ടറീസ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഹെൽത്ത് സയൻസിൽ വർക്ക് ചെയ്യുന്ന ലാബറട്ടറീസ്. അപ്പോൾ അതിൽ ഞങ്ങളുടെ തന്നെ നിയറസ്റ്റ് ലാബറട്ടറി ആയ ഇപ്പം വിജയപിള്ള സാർ പറഞ്ഞ പോലെ ഒരു DFRL എന്ന് പറഞ്ഞാൽ മൈസൂരിൽ ലാബുണ്ട്. അപ്പം ഞങ്ങൾ കലക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്, ഈ ഹെൽത്ത് പ്രൊഫഷണൽസ് അവർ ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ പലപ്പോഴും അവർ ആ അവസ്ഥയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും സാനിറ്റൈസ് ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു വളരെ കിറ്റൊക്കെ ഇട്ടിരിക്കുന്ന ആൾക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല വരുന്ന ഭക്ഷണം തന്നെ സാനിറ്റൈസ് ചെയ്ത് കഴിക്കാനുള്ളൊരു പ്രൊവിഷൻ ഇല്ല. തീർച്ചയായും. രണ്ടാമത്തത് ഇപ്പം ഒരു കോവിഡ് കെയറിലുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഈ പേഷ്യൻറ്റിന് ഓരോ പ്രാവശ്യം ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കലൊക്കെ ഒരു അവരെ എക്സ്പോസ് ചെയ്യണം മറ്റൊരു കൊണ്ടുപോയി കൊടുക്കുന്ന ആൾ. അപ്പോൾ കഴിയുന്നതും അവർക്ക് കണ്ടെയ്ൻഡ് ആയിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മെത്തേഡിനെ പറ്റി ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഞങ്ങളുടെ തന്നെ ലാബ് ഡെവലപ്പ് ചെയ്ത റെഡി ടു ഈറ്റ് മീൽസ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു 4 ലെയർ പാക്കിങ്ങിൽ വരുന്ന മീൽസ് ആണ്. അത് ഹെർമറ്റിക്കലി സീൽഡ് ആണ്, റിപ്പർട്ടിക്കൽ ടെക്നിക്സ് ഉണ്ട്, ഇതിലൊരു പ്രിസർവേറ്റീവ്സും ഇല്ല. അപ്പോൾ ന്യൂട്രീഷൻ വാല്യൂ വളരെ ഹൈ ആണ്. അപ്പോൾ ഈ സീലിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലിപ്പം പോളിസ്റ്റർ, നൈലൺ, കാസ്റ്റ് പോളിപ്രോപ്പിലിൻ, അലുമിനിയം ഫോയിൽ ഇങ്ങനെ 4 ലെയർ ആയിട്ടുള്ള സീലിംഗ് ആണ്. നമ്മൾ നോർമലി ഇതിന് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഇട്ട് പുറത്തെടുക്കുമ്പോഴേക്കും ഉള്ളിലത്തെ ഭക്ഷണം ചൂടോടെ കഴിക്കാനും പറ്റും. അതിന് സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമീഡിയറ്റ്ലി സാനിറ്റൈസ് ആവുകയാണ്. നമ്മളിപ്പോൾ നോർമലി ഇപ്പോൾ ഞങ്ങളിപ്പോൾ കൊടുത്തത് വെജിറ്റബിൾ പുലാവ്, വെജിറ്റബിൾ ബിരിയാണി, ടൊമാറ്റോ റൈസ്, സൂചി ഹൽവ, അങ്ങനെ ഒരു 6 ഇനം ഭക്ഷണങ്ങൾ കൊടുത്തിരുന്നു. അപ്പോൾ നോർമലി നമ്മളിപ്പോൾ ഒരു വെജിറ്റബിൾ ബിരിയാണി ഒരു സ്ഥലത്ത് വരുത്തിച്ച് കഴിഞ്ഞാലും ഒന്നുകിൽ ഫുൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയിട്ട് അതിനെ സാനിറ്റൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡിസ്പോസിബിൾ കണ്ടെയ്നേഴ്സ് ഒന്നും തന്നെ സാനിറ്റൈസബിൾ അല്ല. ഇത് നമുക്ക് ചെറിയ ചെറിയ പാക്കറ്റ്സ് ആണ്. ഒരാൾക്കുള്ളൊരു പാക്കറ്റ് നമുക്ക് അതുപോലെ തന്നെ സോപ്പ് വെള്ളത്തിൽ മുക്കി എടുത്തിട്ട് തുടച്ചാലും മതി. സാനിറ്റൈസ് ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ചൂടാക്കാൻ വേണ്ടി ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ അത് തിളച്ച വെള്ളത്തിൽ ഇടുമ്പോൾ സാനിറ്റൈസ് അണുവിക്തമായി ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് അത് വളരെ പെട്ടെന്നുള്ളൊരു മെക്കാനിസം ആയിരുന്നു. അത് ഡിസ്ട്രിക്ട് മെഡിക്കൽ അതോറിറ്റീസ് വഴി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് പ്രൊഫഷണൽസിനും കൊടുക്കാൻ പറ്റി. ഏകദേശം 4000-ൽ കൂടുതൽ ഈ റെഡി ടു ഈറ്റ് മീൽസ് പല ടൈപ്പിലുള്ളത് ഞങ്ങൾ കൊടുത്തു. അപ്പം വിവരം അറിഞ്ഞ് അന്ന് ഇവിടുത്തെ എറണാകുളത്തിൻ്റെ ചാർജുള്ള മിനിസ്റ്റർ ശ്രീ സുനിൽകുമാർ സാറും അന്ന് ലാബിൽ വന്നിരുന്നു. ഇത് സാർ അത് ഹാൻഡ് ഓവർ ചെയ്തു ഫോർമലി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിനും വലിയൊരു സേവനം നൽകാൻ പറ്റിയതാണ്. അതിൽ അതുപോലെ തന്നെ മാസ്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ DRDO തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഹൈ എൻഡ് ടെക്നോളജി ഉണ്ട്, N99 മാസ്ക്. ആണ് സാധാരണ ഹോസ്പിറ്റലുകളിലൊക്കെ ഡോക്ടർമാരൊക്കെ ഉപയോഗിക്കുന്നത്. എക്സാക്ട്ലി, അതാണ് ജനറലി വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനം. അപ്പം N99 നോർമലി ഇന്ത്യയിൽ അഡ്വാൻസ്ഡ് ആണ്. അപ്പം ഓൾമോസ്റ്റ് 99%-ൽ കൂടുതൽ ഫിൽട്രേഷൻ നടക്കും. അതിൽ എക്സോസ്റ്റ് വാൾവ് എല്ലാം ഉള്ള ഒരു പെർട്ടിക്കുലർ വാൾവാണ്, വളരെ എർഗണോമിക്കലി ഡിസൈൻ ആയിട്ടുള്ള വാൾവാണ്. അപ്പോൾ DRDO തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നോളജി. DRDO
2 കമ്പനീസിന് അത് ഡെവലപ്പ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള 2 കമ്പനീസിന് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം മഹാരാഷ്ട്രയിലും ഒരെണ്ണം വെസ്റ്റ് ബംഗാളിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കമ്പനീസിനെ കോൺടാക്ട് ചെയ്ത്, കാരണം അവർ DRDOയുടെ ടെക്നോളജി വഴി വന്ന കമ്പനീസ് ആയതുകൊണ്ട് ഞങ്ങൾ അവരിൽ നിന്ന് അത് സോഴ്സ് ചെയ്ത് കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങളത് കലക്ടർക്ക് കൈമാറി. ആൻഡ് കലക്ടർ അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ കൈമാറി. ഏകദേശം 1000-ൽ കൂടുതൽ N99 മാസ്കുകൾ ആദ്യത്തെ ലോട്ടായിട്ട് ഞങ്ങൾക്ക് സംഘടിപ്പിച്ചെടുക്കാൻ പറ്റി. ഇപ്പോൾ നമ്മൾ COVID-19 കാര്യത്തിൽ തന്നെ പറയുമ്പോൾ ഒരുപാട് ആരോഗ്യ പ്രവർത്തകരും ഡോക്ടേഴ്സും ഒക്കെയാണ് പല സ്ഥലത്തും, ഇന്ത്യയുടെയും വിദേശത്തും ഒക്കെ പല സ്ഥലത്തും ഈ അണു അവരുടെ ശരീരത്തിൽ കയറിയിട്ട് പിന്നെ രോഗബാധിതരാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അത് തടയാൻ വേണ്ടി ശരിക്കും അവരാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അപ്പൊ അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള വലിയൊരു കാര്യമാണ് ചെയ്തത് എന്നുള്ളത് ഞങ്ങളത് കലക്ടറോട് പറഞ്ഞത് വി ആർ പ്രൊട്ടക്ടിങ് അവർ പ്രൊട്ടക്ടേഴ്സ് എന്നാണ്. ശരിയായ വാചകം തന്നെയാണ്. അവര് നമ്മുടെ സംരക്ഷകരെ നമുക്ക് സംരക്ഷിക്കണം. ഇത് കൂടാതെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ, അതായത് നമ്മൾ ഈ അണുവിമുക്തമാക്കുന്നതിനും അണുബാധ ഇല്ലാതിരിക്കുന്നതിനും വേണ്ടിയുള്ള കുറെ ഉൽപ്പന്നങ്ങളും NPOയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗേജ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വിദേശത്തു നിന്ന് വരുന്നവര്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ യാത്ര ചെയ്ത് വരുന്നവർ, ഇപ്പോൾ തന്നെ നമുക്കറിയാവുന്ന ഒരു ജില്ലയിൽ നിന്ന് മറ്റു ജില്ലയിൽ പോകുന്നത്, പ്രത്യേകിച്ചും ഹോട്ട് സോൺ ആയിട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള, റെഡ് സോൺ ആയിട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഏരിയകളിൽ നിന്ന് മറ്റു സ്ഥലത്തേക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. ഇനിയും നമ്മൾ വേറൊന്ന് മുന്നിൽ കാണുന്നത്, ഇപ്പോൾ വിദേശത്തു നിന്ന് ഒരുപാട് മലയാളികളെയും അന്യ സംസ്ഥാനത്തു നിന്ന് ഒരുപാട് പേരെയൊക്കെ നമ്മൾ കേരളത്തിൽ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ അവർ കൊണ്ടുവരുന്ന ഈ ലഗേജ് അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ബാഗ്, ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഈ അണു പലപ്പോഴും നമ്മുടെ സ്രവങ്ങളിലൂടെയൊക്കെ ഇതിൽ പതിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഒരാൾ തുമ്മുകയോ ചുമക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ, അല്ലെങ്കിൽ അയാളുടെ വായിൽ തൊട്ടിട്ട് അതിൽ ബാഗിൽ തൊട്ടാലും മതിയല്ലോ. അപ്പോൾ ഇതിന്റെ ഒരു കാര്യം ഓട്ടോമേറ്റഡ് ലഗേജ് ഡിസ്ഇൻഫെക്ടർ എന്ന് പറയുന്നത്, അതായത് UV റേസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഇത്. അപ്പൊ എനിക്ക് ഇവിടെ ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, UV റേ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UV കിരണങ്ങൾ ശരിക്കും സൂര്യരശ്മിയിൽ നിന്ന് നമുക്ക് ധാരാളം വരുന്നുണ്ട്. പക്ഷേ അത് ശരീരത്തിന് ദോഷകരമാണ് എന്നുള്ളതാണ്. ABC എന്ന 3 തരത്തിലാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ആ ഒരു സുരക്ഷയും കൂടെ ഉറപ്പുവരുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബാഗുകളെ അണുവിമുക്തമാക്കുന്നതിനും ഉപകരണങ്ങളെ അണുവിമുക്തമാക്കുന്നതിനും ഒരു ഉപകരണം ഉണ്ടാക്കിയത്? അതിനെ കുറിച്ചൊന്ന് പറയാമോ? അതെ, ഇപ്പം കോവിഡ് വന്നു. ഇനിയിപ്പം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കെയർഫുള്ളായി ഇരിക്കേണ്ട ഒരു കാര്യം എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു. അപ്പോൾ ആ സ്പ്രെഡ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ എന്ത് രീതിയിലാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും പറഞ്ഞിരിക്കുന്നത് സ്രവങ്ങളിൽ കൂടിയാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. പിന്നെ ഒരു മനുഷ്യനെ തൊടാതെ എയറോസോൾ അല്ല, എയറിൽ കൂടെ അല്ല വരുന്നതെന്നുള്ളതും പറഞ്ഞു. പിന്നെ നമ്മൾ ഈ കാണുന്ന മീഡിയയിൽ കൂടെ വരുന്ന ന്യൂസുകളും ഒക്കെ നോക്കുമ്പം പറഞ്ഞ പോലെ UV പല ലിറ്ററേച്ചറിലും കണ്ടത് UVC, അത് കൊറോണ വൈറസുകൾ, പണ്ടുള്ള വൈറസുകളൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ അടുത്ത ഒരു ഐഡിയ പറഞ്ഞ് എങ്ങനെ ആയിരിക്കണം ഞങ്ങളുടെ ആളുകൾ തന്നെ തിരിച്ച് ഈ ലോക്കൗട്ട് കഴിയുമ്പോൾ തിരിച്ചു കയറി വരുമ്പം അവർ ലഗേജുമായിട്ട് വരും. അവരെ നമ്മൾ പേഴ്സണൽ സാനിറ്റേഷൻ നമ്മൾ നടത്തി, കൈ കഴുകിക്കാം, നമ്മൾ മാസ്ക് ധരിപ്പിക്കാം, ദൂരെ നിന്ന് സംസാരിപ്പിക്കാം. പക്ഷേ എന്ത് പറ്റും അവരുടെ ലഗേജുകൾ? അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ നേവിയുടെ ഷിപ്പിലും സബ്മറൈനും ഒക്കെ കയറുന്ന നേവൽ ബേസിലൊക്കെ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആളുകളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. അത് തന്നെ ഒരു ഷിപ്പിലേക്ക് ഒരു സബ്മറൈനിലേക്ക് ഒരാൾ കയറി കഴിഞ്ഞാൽ വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഒരാൾക്ക് അവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻ. ഇടയ്ക്ക് മഹാരാഷ്ട്രയിൽ ബോംബെയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയും ഇനിയും വരുന്നത് അടുത്ത അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ലഗേജുകളെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യും? ലഗേജ് നമുക്ക് വെള്ളത്തിലിടാൻ പറ്റില്ല, അതിനകത്ത് സ്പ്രേ ചെയ്യാൻ പറ്റില്ല, ഇത് ഒരുപാട് നമുക്ക് വേറെ കെയറുകളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം കണ്ട ഒരു ഓപ്ഷൻ നമുക്ക് UV വെച്ച് ചെയ്യാൻ പറ്റും, UVC. ഈ പറഞ്ഞ പോലെ സൂര്യപ്രകാശത്തിൽ ഇതുണ്ട്, പക്ഷേ അതെല്ലാം തന്നെ ഫിൽറ്റേർഡ് ആണ്. ചില Aയും Bയും നല്ലോണം പെൻട്രേറ്റ് ചെയ്യും, പക്ഷേ C പെൻട്രേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് UVC. ഇപ്പം ഞങ്ങളുടെ തന്നെ ചില എക്യുപ്മെൻറ്റുകളുണ്ട്. ഞങ്ങൾ ഈ പ്രോം ഒക്കെ എന്ന് പറയും, പ്രോം ഞങ്ങൾ പറയും ഇറേസബിൾ റീഡ് ഓൺലി മെമ്മറി എന്നൊക്കെ പറയും. പണ്ട് ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ അതൊക്കെ തന്നെ ഇറേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന UVC എന്ന് പറഞ്ഞ ഒരെണ്ണമാണ്. അപ്പോൾ അത് 222 നാനോമീറ്റർ ആണ് അതിൻ്റെ വേവ് ലെങ്ത്. അതുപോലെ തന്നെ അപ് ടു 254 നാനോമീറ്ററിൻ്റെ വേവ് ലെങ്ത് ഉള്ളത് നമ്മൾ വെള്ളത്തിലെ വാട്ടർ പ്യൂരിഫയറിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അത് എല്ലാ അണുക്കളെയും ഇപ്പോൾ കേട്ടിട്ടില്ല, എല്ലാ അണുക്കളെയും 99% UVC ക്ലിയർ ചെയ്യും. അപ്പോൾ അതിനുള്ള സയൻറ്റിഫിക് എവിഡൻസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്യുകയും ഇവിടെ കോവിഡ് ഹോസ്പിറ്റലിലെ എറണാകുളം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിൻ്റെ ഒരു ഷമീർ വഴി ഞങ്ങൾക്ക് കുറേ കണക്ഷൻ കിട്ടി. പിന്നെ ഞങ്ങളുടെ തന്നെ നേവിയുടെ ഒരു ഡോക്ടർ ഇവിടെ ഉണ്ട്. അപ്പോൾ മാഡം ഡോക്ടർ ജലജ കുറുപ്പുണ്ട്. ആ മാഡം നേവി ഡോക്ടേഴ്സുമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യിച്ച്, അപ്പോൾ അവരുടെയൊക്കെ ഒരു അഭിപ്രായത്തിൽ UVC എന്ന് പറഞ്ഞ ഇത് 254 നാനോമീറ്റർ
നാനോമീറ്ററിൻ്റെ വേവ് ലെങ്തുള്ള ഇത് വെച്ച് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള മനസ്സിലായി. പിന്നെ ഞങ്ങൾ സയൻറ്റിഫിക്കലി ചെയ്യുമ്പം ഞങ്ങൾക്കൊരു 100 ബൾബ് വെച്ചിട്ട് അല്ല ഓവർ ഡോസ് കൊടുത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. അപ്പം ഞങ്ങൾക്ക് അതിനുള്ള സയൻറ്റിഫിക് കാൽക്കുലേഷൻസ് ഉണ്ട്, ഇത്ര ഏരിയ ഇത്ര. അപ്പം ഞങ്ങൾ സാധാരണ ട്രാവൽ ചെയ്യുമ്പോൾ എന്താണ്, എയർപോർട്ടിൽ നിന്ന് വരുമ്പം ലഗേജുകൾ നമ്മൾ എക്സ്റേ സ്കാനറിൽ കൂടെ കയറി വിടുന്നുണ്ട്. ഇപ്പോൾ എക്സ്റേ കൂടെ കയറുമ്പോൾ എന്താ പറയുക, ഷട്ടർ വന്ന് അടയുകയും അകത്തോട്ട് അവിടെ ആളുകൾ ത്രൂ ഔട്ട് ഇരിക്കുകയാണ്. എക്സ്റേ ഒരു ഈക്വലി ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതൊരു മിഷീനിൽ കൂടെ കയറി ഇറങ്ങുമ്പം അകത്ത് കയറി ഷട്ടർ പ്രോപ്പറായിട്ട് അടഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പം നമ്മൾ അപ്പോൾ അതുപോലൊരു കൺസെപ്റ്റ് ഞങ്ങളുടെ മനസ്സിൽ ഉദിച്ചു. ഒരു കൺവെയർ ബെൽറ്റ് മാതിരി, എക്സ്റേ മാതിരി. അപ്പം നമുക്ക് വളരെ സേഫായിട്ട് ഈ പറഞ്ഞ പോലെ ചെറിയ ഡേഞ്ചറസ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോസർ ചെയ്താൽ UVC പോലും, അതായത് ഈ 220 നാനോമീറ്റർ പോലും ഡേഞ്ചറസ് ആയിരിക്കും, കുറച്ച് ലെവലിൽ ഡേഞ്ചറസ് ആയിരിക്കും. പക്ഷേ അപ്പം നമ്മൾ ഈ ഒരു സ്കാനറിൻ്റെ ഐഡിയ മനസ്സിൽ വന്നു. അപ്പോൾ ഇത് നമുക്ക് എല്ലായിടും യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഈ UV ഡിസിൻഫെക്ടർ, ഇതിൻ്റെ ബാഗേജ് ഡിസിൻഫെക്ടർ എന്ന് പറഞ്ഞ സാധനം. ഇപ്പം നമ്മൾ എയറിൽ ട്രാവൽ ചെയ്യുന്ന ആളുകൾ എന്തായിരിക്കും, അവിടെ ലഗേജ് തമ്മിൽ മുട്ടായി പറഞ്ഞ പോലെ. പക്ഷേ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് സിറ്റുവേഷൻ നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത് ഈ ഗൾഫിൽ നിന്നൊക്കെയുള്ള ആളുകളെ ഇനിയിപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് കഴിയുമ്പം അവരായിരിക്കില്ല കാരിയർ, അവരുടെ ലഗേജ് ആയിരിക്കും ഏറ്റവും വലിയ. ഇത് പല സ്ഥലത്തും വരുന്നു, ഒരാൾ ഇൻഫെക്റ്റ് അവിടെ തട്ടിമുട്ടി. അപ്പം അത് എയർക്രാഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതുപോലൊരു സംവിധാനത്തിൽ കൂടെ കയറി ഇറക്കി വേണം പുറത്തോട്ട് കൊണ്ടുവരാൻ. അതിന് പ്രകാരം ഞങ്ങൾ കൊച്ചിൻ എയർപോർട്ടിലെ ഡയറക്ടറുമായിട്ട് കോൺടാക്ട് ചെയ്ത് പുള്ളിയെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇതുപോലൊരു പോസിബിലിറ്റി ഉണ്ട്, നമുക്കൊരു സംവിധാനം ഇത് ഉണ്ടാക്കണം, അതിൽ കൂടെ ഡിസിൻഫെക്റ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ലഗേജ് പുറത്തോട്ട് ഈവൻ നമ്മുടെ ബെൽറ്റിൽ പോലും കയറ്റാവൂ. അതായിരിക്കണം ഏറ്റവും. പ്ലെയിനിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുമ്പോൾ തന്നെ പ്ലെയിനിൽ നിന്ന് ഇറക്കത്തില്ല, നമ്മൾ ലഗേജ് എടുത്ത് പുറത്തോട്ടിടുന്ന ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, ആ ബെൽറ്റിലേക്ക് വെക്കുമ്പോൾ തന്നെ ഈ സാധനം ഇവിടെ ഉണ്ടായിരിക്കണം എന്നൊരു അഭിപ്രായം ഞങ്ങൾ പുള്ളിയെ ധരിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ ആൾറെഡി പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് അത് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ തിരിച്ച് റിവേഴ്സിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. വളരെ ഇപ്പോൾ 5 ലക്ഷമോ 3 ലക്ഷമോ 4 ലക്ഷമോ ആട്ടോ ആൾക്കാരാണ് തിരിച്ചു വരാൻ പോകുന്നത്. അപ്പം എല്ലാവരുടെ ലഗേജും എയർപോർട്ടിലേക്ക് വന്ന ആളുകൾ ലഗേജ് എടുത്ത് ഓടും. ഈ ലഗേജിന് ആളുകളെ നമ്മൾ ക്വാറന്റൈൻ ചെയ്യും, പക്ഷേ ലഗേജിനെ നമ്മൾ ക്വാറന്റൈൻ ചെയ്യില്ല. നല്ലൊരു ശ്രമമാണ്, തീർച്ചയായിട്ടും നടപ്പിലാക്കണം എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ഇത് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഷിപ്പ് സമ്മറൈനിലേക്ക് അടുത്ത ഒരു 5-6 മാസത്തേക്കെങ്കിലും ഞങ്ങളെല്ലാം വളരെ കെയർഫുൾ ആയിരിക്കണം. ഈ സാധനങ്ങൾ അകത്ത് കൊണ്ടുപോകുന്നതും ഈവൻ ഞങ്ങളുടെ ഗ്രോസറീസ്, ഫുഡ് ഐറ്റംസ്, ഷിപ്പൊക്കെ സെയിലിങ്ങിന് പോകുമ്പോൾ അതെല്ലാം തന്നെ ഡിസിൻഫെക്റ്റ് ചെയ്തിട്ട് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ട് അടുത്ത ഒരു 6 മാസത്തിലധികം സമയം ഇപ്പോൾ തന്നെ നമ്മൾ കൊറോണയെ നിയന്ത്രിച്ചു കഴിഞ്ഞാലും നമ്മൾ ഇത്തരം ശ്രമങ്ങൾ, ഇപ്പോൾ മാസ്ക് വയ്ക്കുന്നതും ഇങ്ങനെയുള്ള ഡിസിൻഫെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം തുടരണം എന്നുള്ളതാണ് സർക്കാർ തന്നെ ICMR പോലുള്ള സ്ഥാപനങ്ങൾ പോലും നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇത് നിർബന്ധമായിട്ട് നടപ്പിലാക്കണമെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ അക്കോസ്റ്റിക് ത്രോട്ട് ഇൻഫെക്ഷൻ അനലൈസർ എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ഈ കൊറോണ വൈറസ് എന്ന് പറയുന്ന ആദ്യം നമ്മുടെ തൊണ്ടയിലെ ആണ് ഇത് ബാധിക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് അത് പതുക്കെ ശ്വാസകോശത്തിലേക്കും പിന്നെ മറ്റു പലയിടത്തേക്കും ബാധിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ വൈദ്യശാസ്ത്രം പറയുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ശബ്ദത്തിന്റെ വ്യത്യാസത്തിൽ നിന്ന്, ഇപ്പൊ നമുക്കറിയാം തൊണ്ടയിലാണ് നമ്മൾ ഈ ലാരിങ്സും ഒക്കെ ഇരിക്കുന്നത്, അതാണ് നമ്മുടെ ശബ്ദത്തിന് ഓരോരുത്തരുടെ ശബ്ദത്തിനും പ്രത്യേകത നൽകുന്നതും ഒക്കെ. ഇപ്പൊ ജലദോഷം വന്നു കഴിഞ്ഞാൽ ശബ്ദത്തിൽ വ്യത്യാസം വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ചെറിയൊരു ഇൻഫ്ലമേഷൻ, ഒരു നീർക്കെട്ട് വരുമ്പോഴൊക്കെ. അപ്പോൾ ഇത് അങ്ങനെ ഒരാൾ അണുബാധിച്ചു കഴിഞ്ഞാൽ ശബ്ദത്തിന് വ്യത്യാസം വരും. ആ നേരിയ വ്യത്യാസം ഇപ്പോൾ NPOL എന്ന് പറയുന്നത് സോണോഗ്രഫിയുടെ ആൾക്കാരാണ്. ശബ്ദബീജികളിലൂടെയാണ് ഇപ്പോൾ ഒരു ശത്രുവിന്റെ ഒരു മിസൈലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സാധനം വരുന്നുണ്ടോ, വെള്ളത്തിനടിയിൽ കൂടെ വരുന്നുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിനെക്കുറിച്ച് സമീർ സാറ് ഒന്ന് പറയാമോ? എങ്ങനെയാണ് ആ ഒരു ഉപകരണം ശബ്ദ വ്യത്യാസത്തിലൂടെ അണുബാധയുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത്? അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ NPOL ചെയ്ത ഡെവലപ്മെൻറ്റ്സ് എല്ലാം തന്നെ 2 രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇന്നോവേഷൻസ് എല്ലാം തന്നെ. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേവിക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ്, ഞങ്ങളിപ്പോൾ ചെയ്യുന്ന ഈ സോണാറുകളെല്ലാം തന്നെ അതിൽ ഉപയോഗിച്ചുള്ള ടെക്നോളജീസിൻ്റെ എന്തെങ്കിലും ടെക്നീക്സോ ടെക്നോളജീസോ നമുക്ക് സിവിലിയൻ ആപ്ലിക്കേഷൻസിന് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിന് സ്പിൻ ഓഫ്സ് എന്ന് പറയുന്നത്, സാധാരണക്കാരിൽ എത്തിക്കുക. എക്സാക്ട്ലി. അപ്പോൾ ഓൾറെഡി മുമ്പ് ഇപ്പോൾ നമ്മൾ ഡെന്റൽ സ്കെയിലർ വിജയമല സാറിനെ ചെയ്തുകൊണ്ട്, പിന്നെ ഞങ്ങൾ സഞ്ജീവിനി എന്ന് പറഞ്ഞൊരു അക്കോസ്റ്റിക് ലൈവ് ഡിറ്റക്ടർ ഉണ്ട്, തരംഗിണി എന്ന് പറഞ്ഞിട്ടൊരു എക്യുപ്മെൻറ്റ്, അങ്ങനെയെല്ലാം ഉണ്ട്. ഈ കോവിഡ് സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ എന്തൊക്കെ സ്പിൻ ഓഫ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളുടെ ഒരു ദിശ. രണ്ടാമത്തേത്, നമ്മളുടെ എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസ് എക്സ്പെർട്ടീസ് നമുക്ക് എങ്ങനെ ഇവിടുത്തെ മെഡിക്കൽ ഫ്രട്ടേണിറ്റിക്ക് വേണ്ടിയിട്ട്
ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ആ ഡയറക്ഷനിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ പെർട്ടിക്കുലർ അക്കൗസ്റ്റിക് ത്രോട്ട് ഇൻഫെക്ഷൻ അനലൈസർ എന്ന് പറയുന്ന ടെക്നോളജി ഞങ്ങളുടെ NPOയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സബ്മറൈൻ സോണാർ ക്ലാസിഫയർ ടെക്നോളജിയുടെ ഒരു സ്പിൻ ഓഫ് ആണ്. ഇൻഫാക്ട് വിജയൻപിള്ള സാറ് തന്നെ ഡെവലപ്പ് ചെയ്തൊരു ടെക്നോളജിയാണ്. സാറ് സബ്മറൈൻ സോണാർസിൽ എത്രയോ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള, ഇൻഫാക്ട് നേവിക്കാരെക്കാളും കൂടുതൽ സബ്മറൈനിൽ സെയിൽ ചെയ്തിട്ടുള്ള ആളായിരിക്കും സാറ്. അപ്പോൾ സാറിന് ഡെവലപ്പ് ചെയ്തൊരു ടെക്നോളജിയാണ്. അപ്പോൾ അതിൻ്റെ ഈ ടെക്നോളജി റെഡിലി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇങ്ങനൊരു റിക്വയർമെൻറ്റ് വന്നപ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് നമുക്ക് അതിലേക്ക് മാറ്റിയെടുക്കാൻ, രൂപാന്തരപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മേജർ ടെക്നിക്കിൽ ഇതുപോലെ തന്നെ മറ്റ് ഡെവലപ്മെൻറ്റ്സ് ലോകത്തിൻ്റെ പല ഭാഗത്തും ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട്. വോയിസ് റെക്കഗ്നിഷൻ വെച്ചിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലെന്ന്, എന്ത് ഇൻഫെക്ഷൻ ആണെന്നുള്ള കണ്ടുപിടിക്കാനായിട്ട് ആൾക്കാർ നോക്കുന്നുണ്ട്. ഇന്ത്യയിലും അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതെല്ലാം പ്രിഡോമിനൻ്റ്ലി ഒരു വോയിസ് റെക്കഗ്നിഷൻ മാച്ചാണ്. ഇപ്പോൾ നമ്മളിപ്പം ഗൂഗിളും ഐഫോണിലൊക്കെ ഉള്ള വോയിസ് റെക്കഗ്നിഷൻ അൽഗോരിതംസ് പോലെ തന്നെയാണ് ഇവിടെ. പക്ഷേ ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പം സോണാറിൽ ഈ ക്ലാസിഫയറിൽ ബേസിക്കലി എത്രയോ കിലോമീറ്റർ അകലെയുള്ള 30-40 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സബ്മറൈനെ ഒരു ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ക്ലാസിഫൈ ചെയ്ത് അത് സബ്മറൈനാണോ, അത് എന്ത് ടൈപ്പ് സബ്മറൈനാണ്, അത് എത്ര വേഗത്തിൽ വരുന്നു, അങ്ങനെ എല്ലാ പല കാര്യങ്ങളും നമുക്ക് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടെക്നോളജിയാണ്. അപ്പോൾ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ കൊണ്ട് ഒരു പെർട്ടിക്കുലർ വാക്ക്, ഇപ്പം ലെറ്റ്സ് സേ ജയ് ഹിന്ദ് എന്നൊരു വാക്ക് പറയിപ്പിക്കുകയാണ്. അപ്പോൾ അതൊരു ചെറിയ കാലയളവിനുള്ളിൽ പുള്ളിയോട് മൾട്ടിപ്പിൾ പ്രാവശ്യം പറയിപ്പിക്കുകയാണ്. അപ്പോൾ അത് നോർമലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പുള്ളിനെ ഞങ്ങൾ ആ പറയുന്നതിനെ ഞങ്ങൾ 4 ഘടകങ്ങളായിട്ട് അതിനെ അനലൈസ് ചെയ്യും. അപ്പോൾ അതിലൊരു സ്പെക്ട്രം അനലൈസർ ഉണ്ട്, അപ്പോൾ അതിൽ സെപ്ട്രം അനലൈസർ ഉണ്ട്, ടോണൽസ് ഉണ്ട്, ബ്രോഡ്ബാൻഡ് ഉണ്ട്. അങ്ങനെ 4 ഘടകങ്ങളായിട്ട് ചെയ്തിട്ട് ഈ 4 ഘടകങ്ങളിലും ഇതിനൊരു അക്കൗസ്റ്റിക് സിഗ്നേച്ചറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇതേ വ്യക്തി പിന്നീടുള്ള സമയങ്ങളിൽ ഓരോ പ്രാവശ്യം ഈ വാക്ക് പിന്നീട് ഒരു ഇൻഫെക്ഷൻ വന്ന സമയത്ത് പറയുമ്പോൾ ഈ ഘടകങ്ങളിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ എത്രത്തോളം മാച്ച് പുള്ളിയുടെ ഒറിജിനൽ സിഗ്നേച്ചറായിട്ട് ഉണ്ടെന്നുള്ളത് വെരിഫൈ ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് ഒരു പരിധി വരെ ഇത് ഇൻഫെക്ഷൻ ആണോ ഇല്ല, ഫസ്റ്റ് ലെവൽ ഡെഫിനറ്റ്ലി ഒരു ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് പറയാൻ പറ്റും. രണ്ടാമത്തെ ഇതിലേക്ക് പോകുമ്പോൾ ആ ഇൻഫെക്ഷൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് വരെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ വേറൊരു രീതിയിൽ ഇത് ചോദിച്ചോട്ടെ സാർ. ഇപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിയുടെ ഇപ്പോൾ ശബ്ദം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആകാശവാണിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പാട്ടുകാരൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ആ ശബ്ദം കേട്ടാൽ തന്നെ നമുക്കറിയാം ഇത് ഇന്ന ആളാണെന്നുള്ളത്. അത് പരിചയം കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഒരു പ്രായോഗിക കാര്യം വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഒരാൾ അണുബാധിതനാണോ എന്ന് കണ്ടെത്താൻ അയാളുടെ എന്ന് മുതൽ എന്ന് വരെയുള്ള ശബ്ദം എന്നുള്ളത്, ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എന്ന് പറയാം. അത് തന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അതാണ് പ്രത്യേകിച്ച് പറഞ്ഞത്. ഞങ്ങളിത് സ്പീച്ച് റെക്കഗ്നീഷൻ അല്ല ചെയ്യുന്നത്. മറ്റേത് നമ്മൾ സ്പീച്ച് റെക്കഗ്നീഷൻ. യേശുദാസ് പാടുന്നത് യേശുദാസിന്റെ സൗണ്ട് എനിക്കറിയാം, പണ്ട് കാലമായിട്ട് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം. പക്ഷേ യേശുദാസിന്റെ സൗണ്ട് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് യേശുദാസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങളുടെ കേസിൽ ഈ എക്യുപ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കൺഫൈൻഡ് ലോട്ട് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ പറയുന്നത് ഞങ്ങളുടെ എംപ്ലോയീസിന്റെ എല്ലാം ഫിംഗർ പ്രിന്റ് എടുക്കുന്ന മാതിരി ഞങ്ങൾ വോയിസ് പ്രിന്റ് എടുക്കും. ആ വോയിസ് പ്രിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വാക്കുകളും അല്ല, ഒരു പർട്ടിക്കുലർ വാക്ക് ഞങ്ങൾ തന്നെ ഡിവൈസ് ചെയ്തെടുക്കുക. ലൈക്ക് ഹോം ഒരു വാക്ക് പറയാം, തൊണ്ടയിൽ വരുന്ന ശബ്ദങ്ങൾ, അരി. അപ്പോൾ അവർ നമ്മൾ തൊണ്ടയിൽ ഇങ്ങനെ തൊട്ട് നോക്കി അറിയാൻ പറ്റും, അതിന്റെ വൈബ്രേഷൻസ് അറിയാൻ പറ്റും എന്തൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് ഈ ഷമീർ പറഞ്ഞ പോലെ ചില അനാലിസുകളുണ്ട്. പറയാം നമ്മളിപ്പോൾ തന്നെ 4 തരത്തിലുള്ള നമ്മളിപ്പോൾ തന്നെ നമ്മുടെ ECG എടുക്കുമ്പോൾ ഡോക്ടർ എന്താ ചെയ്യുന്നത്, അതിലൊരു 5-6 ഗ്രാഫ് വരും, എന്നിട്ട് പറയും വേരിയേഷൻ ഉണ്ടെന്ന് പറയും. അത് തന്നെ ഞങ്ങൾ ഇതേ സംവിധാനം തന്നെയാണ് ഞങ്ങൾ ഈ സൗണ്ടിൽ കൂടെ പറയാനും പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്ന ഈ കിട്ടുന്ന ശബ്ദത്തെ ഈ പർട്ടിക്കുലർ സൗണ്ട്, പർട്ടിക്കുലർ വേർഡാണെന്ന് പറയും, അത് ഇത്ര സമയം പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. ജയ് ഹിന്ദ് ആകുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ രാജ്യത്ത് പറയും അങ്ങനെ ഒരു 10 പ്രാവശ്യം പറയുക. അത്ര സ്പെസിഫിക് ടൈം പറയുമ്പം ലങ്സിന് ഇഷ്യൂ ഉള്ള ആൾ ഡെഫിനറ്റ്ലി ദർ വിൽ ബി ബ്രേക്ക്. ആ ബ്രേക്കിൻ്റെ അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഫ്രീക്വൻസി വിൽ ബി ലാർജർ. നമ്മൾ എന്ത് പറ്റും, നമ്മുടെ ഈ ലങ്സിൻ്റെ ഇൻഫെക്ഷൻ വെച്ചിട്ടായിരിക്കും. പിന്നെ അതുപോലെ ത്രോട്ടിലുള്ള നമ്മൾ കോവിഡ് വന്നപ്പോൾ ആദ്യം പറഞ്ഞ മുള്ളു കൊള്ളുന്ന പോലെ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുണ്ടാകുന്ന വേരിയേഷൻ എന്താണെന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്ന, ഒരു പേഷ്യൻ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങളുടെ എംപ്ലോയീസിൻ്റെ തന്നെ നമ്മളൊരു ടെമ്പറേച്ചർ എടുക്കുന്ന പോലെ തന്നെ ഈ വോയിസ് പ്രിൻ്റ് എടുത്തു. പിന്നെ അയാൾക്ക് എല്ലാവരും പറയാം പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ പോകും. Temperature can be, but throat will not change. If there is an infection, it will be infection. ആ ഇൻഫെക്ഷൻ ഉണ്ടെന്നുള്ള ഫസ്റ്റ് ചെക്ക് എനിക്ക് ചെയ്യാൻ പറ്റും. അത് ഇനി ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇപ്പം നമ്മൾ ഡോക്ടേഴ്സിന് ഇത് കൊടുക്കുകയാണ്. ഡോക്ടേഴ്സൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആണ് ഇതിനകത്ത്. ഇതിന് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ഞങ്ങൾക്ക് സാമ്പിൾ അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ട്രീറ്റ്മെൻറ്റിൽ വോയിസ് സാമ്പിൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സം ടൈം നമ്മൾ കുറച്ചുകൂടെ സമയം കഴിയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റും വാട്ട് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻഫെക്ഷൻ. ഇപ്പോൾ ഇനിയിപ്പോൾ കുറേ നാളത്തേക്കെങ്കിലും നമ്മുടെ ഡോക്ടർമാർ ത്രോട്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ് ചെന്നാൽ നമ്മുടെ വാ തുറന്ന് എന്ന് പറയിക്കില്ല.
അവർ നേരത്തെ എന്താ ചെയ്തത്, വായിലേക്ക് നോക്കി അതിൻ്റെ കളർ ഡീകളറൈസേഷനൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത് ഇത് കഴിക്കണോ, ലൈറ്റ് അടിച്ച് നോക്കാറില്ല. ഇനിയിപ്പം കുറേ നാളത്തേക്ക് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അങ്ങനെ ഒരു ആന്റിബയോട്ടിക് കഴിക്കണോ എന്നൊക്കെ പറയുന്നത് അതാണ്. പക്ഷേ ഇപ്പം ഇനി അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു എന്ന് പറഞ്ഞാൽ മെഡിസിൻ തുടങ്ങിക്കഴിഞ്ഞും അവർ തന്നെ കളക്ട് ചെയ്യണം ഒരാളുടെ വോയിസിലുണ്ടാകുന്ന വേരിയേഷൻ എങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ അനലൈസ് ചെയ്താൽ സ്പെക്ട്രം ചില കമ്പോണൻസുകൾ കോമൺ ആയിരിക്കും. ഒരു വേർഡിന് ചില കമ്പോണൻസിന് എല്ലാവർക്കും കോമൺ ആയിട്ട് വരും. പക്ഷേ അവരുടെ ചില ടോണൽ കമ്പോണൻ, ഞങ്ങൾ പറയും ടോണൽ എന്ന് പറയും, അത് വ്യത്യാസം ഉണ്ടാകും. ആ ഒരു അനാലിസിസ് ചാർട്ടാണ് ഞങ്ങൾ അവർക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പറയും ഈ ഓരോ പാരാമീറ്ററും, ഈ വോയിസിൻ്റെ ഓരോ പാരാമീറ്ററും ഇത്ര വേരിയേഷൻ ഉണ്ടായി എന്ന് പറയാൻ പറ്റും ഞങ്ങൾക്ക്. അത് ശബ്ദം കേട്ടൊക്കെ മാത്രം പറയാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ ഇവിടെ തൊട്ട് നോക്കൂ, നമ്മുടെ ഫ്രീക്വൻസി മാറും. അതെ അതെ, ചെക്ക് ചെയ്യും. അത് ഞങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കി, അത് മാച്ച് ചെയ്യില്ല. അപ്പോൾ ആ മിസ്മാച്ച് ഡോക്ടർമാരുടെ സഹായത്തോടുകൂടി ഞങ്ങൾക്കൊരു അനാലിസിസ് റിസൾട്ട് കൊടുക്കാൻ പറ്റും. ഇതിങ്ങനെയാണ്. അല്ലെ ഡോക്ടർക്ക് തന്നെ ഞങ്ങൾ ഗ്രാഫ് കൊടുക്കും, പുള്ളി തന്നെ പുള്ളി തന്നെ പ്രാക്ടീസ് ചെയ്യും. ഈ ചേഞ്ച് വന്നാൽ എൻ്റെ മെഡിസിൻ കഴിഞ്ഞെന്നിരിക്കട്ടെ, ഈ ക്യാൻ ടെൽ ഓവർ ഫോണിൽ കൂടെ വിളിച്ച് പോലും ചോദിച്ചാൽ പറയാൻ പറ്റും, ഓക്കെ നിങ്ങൾക്കിപ്പം ഇൻഫെക്ഷൻ മാറി, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വൈദ്യശാസ്ത്രം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആന്തരിക അവയവങ്ങളിലൊക്കെ നമ്മൾ പല ഇപ്പോൾ ചെറിയ ക്യാമറകൾ വരെ കറക്കി നേരിട്ട് കണ്ട് ചികിത്സിക്കുക. ഇതിപ്പോൾ സാറ് പറഞ്ഞ വിജയൻപിള്ള സാറ് പറഞ്ഞതനുസരിച്ചിട്ട് നമുക്ക് ആ ശബ്ദത്തിന്റെ ഒരു ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ എല്ലാ ഡോക്ടർമാരും ഇപ്പോഴും ചെയ്യുന്നുണ്ടത്. കയ്യിൽ തൊട്ട് നോക്കി പണ്ട് ചെയ്യുമായിരുന്നു, ഇപ്പൊ തൊടാനും പാടില്ല, അടുത്ത് വരാനും പാടില്ല. സോ നമ്മൾ ഇതൊരു എക്സ്പ്ലോറേഷൻ. ഇപ്പൊ സമീർ പറഞ്ഞ പോലെ പലയിടത്ത് ഈ റിസർച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറെ കൂടെ ഡീപ്പായിട്ട് സൗണ്ടിനെ പഠിച്ച് ഞങ്ങളുടെ അണ്ടർ വാട്ടർ ആപ്ലിക്കേഷൻ, കാര്യം അണ്ടർ വാട്ടറിൽ നമ്മൾ ലൈറ്റ് ഇല്ല, ഞങ്ങൾക്ക് സൗണ്ടേ ഉള്ളൂ. ആ സൗണ്ട് വളരെ ഡീപ്പായിട്ട് പഠിച്ചിട്ടാണ് ഞങ്ങൾ ഈ സമ്മറൈൻ ഇത്രയും ദൂരത്തിലുള്ള ഷിപ്പുകളൊക്കെ ഞങ്ങൾ ക്ലാസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ. അതുകൊണ്ടാണ് ഇത് കുറേ നാളത്തെ റിസർച്ചിൻ്റെ ഫലമാണ് ഈ 2 ദിവസം കൊണ്ട് ഞങ്ങളൊരു പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതെന്താ, അവിടെ അപ്പോൾ ഒരു നെസസിറ്റി വന്നുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു പ്രയോജനം ചെയ്യുന്ന, സമൂഹത്തിന് ഇനിയും വരുന്ന കാലങ്ങളിൽ വലിയൊരു പ്രയോജനം ചെയ്യുന്ന ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഒരു ഉറപ്പായിട്ട് വരും ഡോക്ടേഴ്സിന്റെ സഹായത്തോടുകൂടി. ഇനി വേറൊന്നുള്ളത്, ഇപ്പോൾ നമ്മൾ നേരത്തെ ലഗേജിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ പേപ്പർ കൈകാര്യം, ഇടയ്ക്ക് പത്രമാധ്യമങ്ങളിലൊക്കെ വളരെ ചില ഫ്ലാറ്റുകളിലും ചില ആൾക്കാരും ഒക്കെ പേപ്പർ ഞങ്ങളുടെ വീട്ടിലിടണ്ട, ന്യൂസ് പേപ്പർ ഇടണ്ട, ഞങ്ങൾ ന്യൂസ് പേപ്പർ കൈകൊണ്ട് തൊടില്ല എന്ന് വരെ പറഞ്ഞ് അതിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ വരെ ന്യൂസ് പേപ്പർ സൊസൈറ്റിക്ക് ചെയ്യേണ്ടി വന്ന ഒരു സമൂഹം ആണ് നമ്മുടെ ഇപ്പോൾ കേരളത്തിലുള്ളതൊക്കെ. അപ്പോൾ ഈ പേപ്പറിനെയും അണുവിമുക്തമാക്കുന്ന, ഇപ്പോൾ പേപ്പറിലൊക്കെ ഇപ്പോൾ ആദ്യം COVID-19 ഒരു ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് മണിക്കൂറുകളോളം ഈ പേപ്പറിൽ ഈ അണു ജീവിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുവഴി വേണമെങ്കിൽ ആ പേപ്പർ വേറൊരാൾ തൊട്ട് കഴിഞ്ഞാൽ അയാളുടെ കയ്യിലൂടെ വേണമെങ്കിൽ ആ അണു ശരീരത്തിനകത്ത് പോവുകയാണെങ്കിൽ അയാൾക്ക് അണുബാധ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ പേപ്പർ ഡിസ്ഇൻഫെക്റ്റർ എന്ന് പറയുന്ന സംവിധാനം എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാം അസീസ് സാർ. ഞങ്ങളുടെ ഇപ്പോൾ ലാബിൽ തന്നെ ഞങ്ങൾ ആദ്യം ആലോചിച്ചൊരു കാര്യം, ഇപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞ് സാർ ആൾക്കാരെല്ലാം വന്നു തുടങ്ങുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ആൾക്കാരുണ്ട്, പിന്നെ അതുപോലെ തന്നെ ധാരാളം കോൺട്രാക്ട് എംപ്ലോയീസ് ഉണ്ട്, പുറത്തുനിന്ന് ഡിസ്കഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു കാര്യം, ഫസ്റ്റ് പുറത്തു വരുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന എൻട്രി പാസ്സാണ്, അതൊരു പേപ്പർ ബേസ് ആണ്. പിന്നെ പലരും പല ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരും. പിന്നെ അതുപോലെ തന്നെ എത്രയോ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾക്ക് പോസ്റ്റിൽ വരുന്നുണ്ട്, ലെറ്റേഴ്സായിട്ടും ഡാക്കായിട്ടും ടെൻഡർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ പോസ്റ്റിൽ വരുന്നതാണെങ്കിൽ എവിടെയൊക്കെ പോയി എന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ പല പല സ്ഥലങ്ങൾ സഞ്ചരിച്ച് ട്രാൻസിറ്റിൽ വരെയാണ്, പബ്ലിക് ട്രാൻസ്പോർട്ട് വഴി വരുന്നുണ്ട്. ഇതെല്ലാം വരുമ്പോൾ ലാബിലേക്ക് എത്തുമ്പോഴേക്ക് നമ്മളത് സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് ഇതിനെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യമാകുന്നതാണ് നമ്മുടെ ഒരു ആദ്യം. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഈ COVID-19 അണു എന്നാണ് എത്ര ദിവസം ജീവിച്ചിരിക്കും എന്നുള്ളത് ഇപ്പോഴും വൈദ്യശാസ്ത്രം പൂർണ്ണമായിട്ട് നിർണ്ണയിച്ചിട്ടില്ല. എക്സാക്ട്ലി, അതെ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് നമ്മളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വരുന്ന എല്ലാ പേപ്പർ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഡിസ്ഇൻഫെക്റ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ലെവൽ വരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ അനുമാനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ചെയ്തിട്ട് ഞങ്ങളിപ്പം ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പല ലിറ്ററേച്ചറിലും ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ COVID-19 എങ്ങനെയാണ് റെസ്പോൺസ് എന്നുള്ളതൊക്കെ ഇപ്പോഴും വൈദ്യശാസ്ത്രം റിപ്പോർട്ട്സ് പുറത്ത് വരേണ്ടതുണ്ട്. പക്ഷേ ഇതുപോലത്തെ സിമിലർ വൈറസ് കാര്യങ്ങളും ഇതിൻ്റെ ഇതുവരെയുള്ള അനുമാനങ്ങളും, ഇപ്പോൾ ചൈനയിൽ അവർ റിപ്പോർട്ട് ചെയ്തത് 58 ഡിഗ്രിയുടെ മുകളിൽ ഈ വൈറസ് നിൽക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം സ്റ്റഡീസ് എല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ടെമ്പറേച്ചർ ബേസ്ഡ് ആയിട്ടൊരു ഡിസ്ഇൻഫെക്ഷനാണ് പേപ്പറിന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരാൾ ഒരു പേപ്പറോ ഒരു ഡോക്യുമെൻറ്റോ ഒരു എൻവലപ്പായിട്ട് വരുമ്പോൾ അയാൾ ആദ്യം ഈ സാധനം നമുക്ക്
നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് നമ്മളൊരു മെഷീനിലേക്ക് വെക്കാൻ പറയുകയാണ്. നമ്മളൊരു A4 സ്കാനർ പോലത്തെ ഒരു സൈസുള്ളൊരു മെഷീൻ. അപ്പോൾ A4 സൈസിലുള്ള ഏത് പേപ്പറും അതിലേക്ക് നമുക്ക് വെക്കാം. അപ്പോൾ അത് തുറന്ന് അതിൻ്റെ ഉള്ളിലേക്കാണ് അദ്ദേഹം വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ മെഷീൻ അടിച്ച് ഞങ്ങൾ ഈ മെഷീൻ ഓൺ ആക്കിയിട്ട്, അതും ഈ മെഷീനിൽ സെറ്റിങ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വെക്കുന്നത് വെറും പേപ്പറാണോ, കുറച്ച് കാർഡ്ബോർഡാണോ, എൻവലപ്പിലോ കുറച്ച് കട്ടിയുള്ളതാണോ, അങ്ങനെയെല്ലാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സെറ്റിംഗ് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ മെഷീൻ ഒരു 110 ഡിഗ്രി വരെ അത് ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലും ആ പെർട്ടിക്കുലർ റിക്വയർഡ് ടൈമിന് നമ്മൾ സെറ്റ് ചെയ്ത ടൈമിന് വേണ്ടിയിട്ട് അത് ചൂടായതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി LED ഡിസ്പ്ലേ ചെയ്യും, അത് ഡിസ്ഇൻഫെക്ഷൻ ഓവർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഈ ഒരു ഇക്വിപ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മെഡിക്കൽ വാലിഡേഷൻ കൂടിയാണ്. നമ്മളിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് എക്സ്പെർട്ടൈസ് വെച്ചിട്ട് നമ്മൾ വി ആർ ലുക്കിംഗ് അറ്റ് എ പ്രോഡക്റ്റ്, പക്ഷേ അത് മെഡിക്കലി വാലിഡേറ്റ് ചെയ്യാന്നുള്ളൂ. അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനത്തെ എല്ലാ പ്രോഡക്ട്സിലും ഞങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൾക്കാരാണ്. ഒന്ന് നമ്മുടെ ഡിസ്ട്രിക്ട് മെഡിക്കൽ അതോറിറ്റിയുടെ ഇടയിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഹോസ്പിറ്റൽസ്, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ രാജ്യത്ത് കോവിഡ് രോഗികളെ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയ ഒരു റെക്കോർഡുള്ള ഒരു ടീം കൂടിയാണ് അവർ. അപ്പോൾ അവരുടെ ഒരു എക്സ്പെർട്ടീസ് ഹെൽപ്പ് നമുക്കുണ്ട്. അവരാണ് നമ്മൾ പല കാര്യം ഗൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ, നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനുമുള്ളൊരു വലിയൊരു മെഡിക്കൽ ഫ്രട്ടേണിറ്റിയുടെ ഇതിന് ഇൻ ടേംസ് ഓഫ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും, ഇപ്പോൾ അക്കോസ്റ്റിക് ത്രോട്ട് ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും, നമുക്ക് അത്രയും മെഡിക്കൽ പേഷ്യൻസിന് നമുക്കൊരു സെറ്റ് ഓഫ് പേഷ്യൻസ്, അതൊരു എന്താ പറയുക, നമുക്ക് സ്ഥിരമായിട്ട് ഒരേ സ്ഥലത്തേക്ക് വരുന്ന സെറ്റ് ഓഫ് പേഷ്യൻസിനെ വേണം. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഏറ്റവും വലിയ ഹെൽപ്പ് കിട്ടുന്നത് നമ്മുടെ സദേൺ നേവൽ കമാൻഡിലാണ്. കാരണം ഈ നേവിയുടെ അടിയിൽ തന്നെ ധാരാളം മെഡിക്കൽ ഇൻസ്പെക്ഷൻ റൂംസ് ഉണ്ട്. അവരുടെ തന്നെ വലിയൊരു ഹോസ്പിറ്റൽ INH സഞ്ജീവനി ഉണ്ട്. അപ്പോൾ അവിടുത്തെ കമാൻഡ് മെഡിക്കൽ ഓഫീസറൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അവർ വളരെ പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. ഈ 2 ഫ്രറ്റേണിറ്റിയുടെ ഹെൽപ്പ് വഴി നമ്മളിതിനെ മെഡിക്കലി വാലിഡേറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ ഈ പ്രോഡക്റ്റിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതും UVക്കും അതുപോലെ ഞങ്ങളിപ്പോൾ UV ഫോർ എക്സാമ്പിൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഞങ്ങളൊരു ജിഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. സാർ നേരത്തെ പറഞ്ഞ ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എത്ര ഡിസ്റ്റൻസിൽ ഒരു എഫക്റ്റീവ് ആണ്, എത്ര ഇൻറ്റൻസിറ്റി വേണം എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ഇവർക്ക് ടെസ്റ്റിങ്ങിനായിട്ട് കൊടുത്തിട്ട് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി വേറെ ഒരു കാര്യം എന്താണ്, ഇപ്പോൾ തെർമൽ ഇമേജിംഗ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഓരോ ആളുകളും ഓരോ സ്ഥാപനത്തിലേക്കും അതുപോലെ തന്നെ പലയിടത്തേക്കും പോകുമ്പോഴും ഒക്കെ ഈ വരുന്ന ആളിൽ ഇപ്പോൾ നമ്മൾ ഉടുപ്പിലൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ അണു അവിടെ നിൽക്കും കുറച്ച് കാലം. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എത്ര കാലം ഈ അണു ജീവിച്ചിരിക്കും എന്നുള്ളത് തന്നെ, എത്ര മണിക്കൂർ ജീവിച്ചിരിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്ന ആളുകളെ സ്ക്രീൻ ചെയ്യാൻ ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ കണ്ടു, ചില ഗേറ്റ് വേ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ചില സ്പ്രേ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ അണുവിമുക്തമാക്കാം. അത് 1-2 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിനെതിരെ ഉള്ള ഇത് പറഞ്ഞു, ഇത് ശാസ്ത്രീയമല്ല, ഇതിങ്ങനെ ഒരാളെ അണുവിമുക്തമാക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെ വൈദ്യശാസ്ത്രം തന്നെ അത് പറയുകയും ചെയ്തു. ബന്ധപ്പെട്ട അധികാരികളും അത് നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു തെർമൽ ഇമേജിംഗ് ഗേറ്റ് വേ എന്ന് പറയുന്നത് NPOയിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് വിജയപിള്ള സാർ എങ്ങനെയാണ് അത് പ്രവർത്തനം? ഈ തെർമൽ ഇമേജിംഗ് ഗേറ്റ് വേ ഈ ഡിസിൻഫെക്ഷനുമായിട്ട് ബന്ധമില്ല. ഇത് ഡിസിൻഫെക്ഷൻ ഉള്ളതല്ല. ഇപ്പം നമ്മൾ ഈ ടെമ്പറേച്ചർ ഇവിടെ കുറേ നാൾ നമ്മൾ വരുന്നവരെ എല്ലാം ടെമ്പറേച്ചർ എടുക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ടെമ്പറേച്ചർ എല്ലാവരെയും പോയി ഇങ്ങനെ എടുക്കുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങളുടെ എംപ്ലോയീസ് വരുമ്പം ഞങ്ങൾക്കൊരു ഹിസ്റ്ററി കീപ്പ് ചെയ്യണമെങ്കിൽ ഞങ്ങളെപ്പോഴും നമ്മുടെ ഒരു സെറ്റപ്പിനെ പറ്റി ആലോചിച്ചിട്ടാണ് അത് എക്സ്പാൻഡ് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നതിനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പം നമ്മളെ അവിടെ മാളിലും ഒക്കെ ചെല്ലുമ്പം ഗേറ്റ് വേ വെച്ചിട്ടില്ലേ മെറ്റൽ ഡിറ്റക്ടർ, ആ മെറ്റൽ ഡിറ്റക്ടർ മാതിരി ഒരു സാധനം, ഇത് ഒരു എക്യുപ്മെൻ്റ് അവിടെ ഒരു സെറ്റപ്പാണിത്. ഇത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് തെർമൽ ഇമേജ് എടുക്കുക എന്നുള്ളതാണ്, പർട്ടിക്കുലർലി തലയുടെ ഇമേജ്. അപ്പോൾ ആ ഇമേജ് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. ആര് കയറിപ്പോയാലും ഏത് എംപ്ലോയി കയറി, ഇത് വളരെ മസ്റ്റാണ്. ഞങ്ങൾക്ക് ഈ നേവൽ ബേസിലും ഷിപ്പിലും സബ്മറൈനിലും ഒക്കെ ഉള്ള സ്ഥലത്ത് ഒരു സെറ്റ് ഓഫ് കോൺസ്റ്റന്റ് സെറ്റ് ഓഫ് ആളുകളാണ് അവിടെ വരുന്നത്. ഇത്ര ഒരു ഷിപ്പിലെ ക്രൂ എന്ന് പറഞ്ഞാൽ അത് 10 പേര് 100 പേരെങ്കിൽ ആ 100 പേരെ അവിടെ ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും സമയത്ത് ഇൻഫെക്ഷൻ ഏത് സമയത്ത് വന്നു, എവിടെ നിന്നാണ് ഇതിൻ്റെ കോണ്ടാക്ട് പോയിന്റ്, അയാൾക്കിത് പിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ തെർമൽ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ എല്ലാവരുടെയും ടെമ്പറേച്ചർ എപ്പോഴും 97 ആയിരിക്കണമെന്നില്ല, അത് ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അത് അവസാനം നമുക്ക് കിട്ടാൻ പോകുന്നത് ഡെയിലി ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പം, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഫൈറ്റ് അഗൻസ്റ്റ് കൊറോണ ഇപ്പോൾ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ വാക്സിൻ വരുന്നത് വരെ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ എൻഡ് ചെയ്യുന്നില്ല. ഒരു വർഷമോ അതിൽ കൂടുതലോ ചിലപ്പോൾ നീണ്ടിരിക്കാം, അതിലും വേണമെങ്കിൽ കൂടുതൽ നീണ്ടിരിക്കാം. അല്ലെങ്കിൽ ഇതുപോലുള്ള വൈറസുകൾ ഇനിയും വരാം. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ആ പേഴ്സണലിൻ്റെ റെക്കോർഡുകൾ വെച്ചേ പറ്റൂ. അവൻ്റെ വേരിയേഷൻ, അവൻ്റെ പാറ്റേൺ വേരിയേഷൻ.
ഇപ്പോൾ പറഞ്ഞില്ലേ 40 ദിവസം 28 ദിവസം കഴിഞ്ഞും വരുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ ഇത് എങ്ങനെ വന്നു, എപ്പോൾ ഇത് തുടങ്ങി, അത് ഏതെങ്കിലും രീതിയിൽ ഹൈഡ് ചെയ്യുകയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ തെർമൽ റെക്കോർഡ് കൂടെ വെക്കാനാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് മാളുകളിലും വളരെ എല്ലായിടവും സ്ഥലങ്ങളിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാര്യം പെർട്ടിക്കുലർലി ഹോസ്പിറ്റലുകളിൽ ആളുകൾ കയറി വരുന്നത് അത് എപ്പോഴും എല്ലാവരും ഈ എടുക്കുന്ന ടെമ്പറേച്ചർ ആ എടുക്കുന്ന സമയത്തും എടുക്കുന്ന ആളുടെ ആ പൊസിഷനിലൊക്കെ മാറിയിട്ട് 0.1 ഡിഗ്രിയൊക്കെ മാറിപ്പോകും. ഇതല്ല, ഇത് നമ്മൾ കയറി പോകുമ്പോൾ തന്നെ അയാളുടെ ഇതനുസരിച്ച് അയാളുടെ ഫോട്ടോ മാതിരി ഒരു ചെറിയൊരു ഇമേജും വരും, ഒരു ഐഡിയ ഉണ്ടാവും അവൻ്റെ ഏത് ഭാഗത്താണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ തെർമലിന് തന്നെ ഒരു പാറ്റേൺ തന്നെ ഉണ്ടാകാം. ഇപ്പം നമുക്ക് കൊറോണ പേഷ്യൻ്റ് നമ്മുടെ ഇല്ല, ഇയാളുടെ ടെമ്പറേച്ചർ പാറ്റേൺ നമ്മൾ ആകെ എടുക്കുന്ന ഇവിടെ മാത്രമാണ്. അവൻ്റെ ഇതിലെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടാവുമോ ഈ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്, അതൊക്കെ ഒരു പക്ഷേ ഇതിൽ നിന്ന് പുറത്തു വരും. അങ്ങനെയാണ് നമ്മുടെ ഇപ്പം ശബ്ദം പറഞ്ഞ പോലെ തന്നെ ഈ ശബ്ദത്തിനൊരു മാറ്റം ഉണ്ടാവുമോ. സാധാരണ കോമൺ കോൾഡ്, പിന്നെ കോമൺ കോൾഡ് വരികയല്ലേ, അപ്പോൾ എല്ലാവർക്കും വരും, ചുമയും വരും. ഈ ചുമയും മറ്റേ ചുമയുമായിട്ട് വ്യത്യാസം ഉണ്ടാകുമോ, ഇതൊക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനു വേണ്ടിയുള്ള വലിയൊരു സെറ്റ് ഒരു ഗേറ്റ് വേ ആണ്. അപ്പം നമ്മൾ ഗേറ്റ് കൂടെ കയറി പോകുമ്പോൾ തന്നെ അയാളുടെ ചൂട്, ശരീര ഊഷ്മാവ്, അയാളുടെ ഇമേജ്, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഇമേജ് ഒരു പാറ്റേൺ ഉണ്ടാവും. മറ്റേ നമ്മൾ ഒരാളുടെ ടെമ്പറേച്ചർ മാത്രം എടുക്കുന്നത്. അപ്പം ഒരു പക്ഷേ അതായത് ഈ ഇപ്പോൾ ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ ലെവലിലാവുമ്പോൾ അയാളുടെ ശരീരത്തിൽ തന്നെ നമ്മൾ അപ്പോൾ ഈ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഈ ടെമ്പറേച്ചറിന് ഒരു വേരിയേഷൻ നമുക്ക് കാണാം, ഒരു ഇമേജ് വരും. ഇമേജാണ്, അതിൽ ഒരു പോയിന്റിലല്ല പറയില്ല. അതിനൊരു പർട്ടിക്കുലർ ഇപ്പോൾ നമ്മൾ തലവേദന ഉണ്ടെങ്കിൽ ചിലർ പറയുന്നത് ഇവിടെ മാത്രം തലവേദന, ഇവിടെ മാത്രം തലവേദന എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് ഒരു പക്ഷേ നമ്മൾ ഇവിടെ കുത്തിയ വേദന കൂടും എന്നൊക്കെ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു പാറ്റേൺ വരുന്നുണ്ടോ. ഒരു പക്ഷേ ഇത് മെഡിക്കൽ ഫെർട്ടിലിറ്റീസിനെ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെയുള്ള ചില സ്റ്റഡികൾ. അപ്പം ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ കളക്ട് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പോൾ ഇത് അവർക്ക് സിമ്പിൾ ടെമ്പറേച്ചർ എടുക്കുന്നതിന് പകരം ഇമേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് നമ്മൾ കേട്ടില്ല, റഷ്യയിലൊക്കെ ആണെങ്കിൽ അവർ ടെമ്പറേച്ചർ പാറ്റേൺ നോക്കിയിട്ടാണ് അസുഖം പറയുന്നതെന്ന് പറയുന്ന പോലെ ഒരു പക്ഷേ ഇതിനും ഒരു പാറ്റേൺ വന്നിരിക്കാം. അത് ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് പോകും. ഇനി വേറൊരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ചും NPOL പോലുള്ള സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ദേശസുരക്ഷ നിങ്ങൾ മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഉള്ളവരുടെയും അവിടെ ആരൊക്കെ വരുന്നു എന്നൊക്കെയാണ് അവിടുത്തെ സുരക്ഷയും കൂടെ ഉറപ്പുവരുത്തണമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ സ്ഥാപനത്തിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത്? ഇതെല്ലാം അതിൽ വരും, ഇത്രയും പറഞ്ഞ കാര്യങ്ങളും. എങ്കിലും സമീർ സാർ അതിനെക്കുറിച്ച് ഒന്നും കൂടെ ചുരുക്കി ഒന്ന് പറയാമോ ആ ഒരു പ്രവർത്തനങ്ങൾ? ഇതിനെപ്പറ്റി പറയുമ്പോൾ വളരെ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡിൻ്റെ വളരെ തുടക്കത്തിൽ തന്നെ ഈ നമ്മൾ തെർമൽ സ്കാനേഴ്സ് ജസ്റ്റ് നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ IR ബേസ്ഡ് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ ഇത് മാർക്കറ്റിൽ കിട്ടാനില്ലായിരുന്നു. കാരണം ഉള്ള സാധനങ്ങൾ പലതും ചൈനയിൽ നിന്നും ഇതൊക്കെ വന്നതാണ്. അത് വളരെ അക്യൂട്ട് ഷോർട്ടേജ്, അത് കിട്ടാനില്ല. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു ഇതിപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ആൾക്കാർക്ക് വന്നു തുടങ്ങുമ്പോൾ നമുക്കിത് അന്ന് ലോക്ക്ഡൗൺ ഒന്നും പ്രഖ്യാപിച്ചില്ല, അതിന് തൊട്ടുമുള്ള അവസ്ഥയിലാണ്. അപ്പോൾ അന്ന് ഞങ്ങളിത് ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ലാബിൽ തന്നെ ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ആദ്യം നോക്കിയത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തത് ഞങ്ങളുടെ തന്നെ റിസർച്ചിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, XBT എന്ന് പറയും, എക്സ്പെൻഡബിൾ ബേത്തി തെർമോഗ്രാഫ്. അത് ഇപ്പം കടലിലെ ടെമ്പറേച്ചർ നമ്മൾ വെള്ളത്തിൻ്റെ സർഫസ് മുതൽ താഴോട്ടേക്ക് പോകുമ്പോഴുള്ള ടെമ്പറേച്ചർ പ്രൊഫൈൽ ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻ്റാണ്, നമ്മൾ ഡെവലപ്പ് ചെയ്തുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിലുപയോഗിക്കുന്ന അതേ ടെമ്പറേച്ചർ സെൻസർ ഞങ്ങൾ ഈ ഒരു ആവശ്യത്തിനായിട്ട് രൂപാന്തരപ്പെടുത്തുകയും ഇതിനൊരു കോൺടാക്ട് ബേസ്ഡ് ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ മെഷർമെൻറ്റ് യൂണിറ്റായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മൾ ലാബിൽ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ലാബിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ചെയ്ത ആൾക്കാർ വരുമ്പോഴൊക്കെ നമ്മൾ എല്ലാവരും മെഷർമെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വളരെ കോൺടാക്ട് ബേസ്ഡ് ആണെങ്കിലും വളരെ ആക്യുറേറ്റ് ആണ്. ഇതിൻ്റെ ആക്യുറസി ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിഗ്രിയുടെ 100 അംശം വരെ നമുക്കിൽ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ 98.64 എന്ന് വരെ പറയുന്ന ആക്യുറസി അതിനുണ്ട്. മാത്രമല്ല നോർമൽ ഈ കോൺടാക്ട് ബേസ്ഡ് ടെമ്പറേച്ചേഴ്സൊക്കെ കുറച്ച് ടൈം എടുക്കും സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട്. ഇത് വളരെ ഫാസ്റ്റ് ക്വിക്ക് റെസ്പോൺസ് ആണ്. മറ്റേത് 60 സെക്കൻഡൊക്കെ എടുക്കുമ്പോൾ ഇവിടെ ഒരു 5 to 10 സെക്കൻഡിനുള്ളിൽ നമുക്ക് സ്റ്റെബിലൈസ് റീഡിംഗ് കിട്ടാണ് ആക്ച്വലി. അപ്പോൾ ഇത് ആദ്യം തുടങ്ങി, ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു, പോർട്ടബിൾ ആയിട്ടുള്ള. ഇതൊരു വാൾ മൗണ്ടഡ് ആണ്. ഇതിൽ നമുക്ക് പിന്നെ ഇത് നമ്മൾ സാനിറ്റൈസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി മെക്കാനിസം എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇത് എപ്പോഴും സാനിറ്റൈസറിൽ ഡിപ്പ് ചെയ്തിരിക്കുകയാണ്. വരുന്ന ആൾ ആദ്യം തന്നെ അയാളെ സാനിറ്റൈസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ശേഷം അയാൾ വീണ്ടും സാനിറ്റൈസ് ചെയ്യാൻ നമ്മൾ സാനിറ്റൈസ് എൻഷുർ ചെയ്തിട്ടാണ് ആൾ പോകുന്നത്. പിന്നെ രണ്ടാമത്തത് ഇതിൻ്റെ നോൺ കോൺടാക്ട് ടൈപ്പ് IR സെൻസസ് വെച്ചുള്ള അതും ഡെവലപ്പ് ചെയ്തു. അതും ഇപ്പോൾ നമ്മൾ ലാബിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. തൊടാതെ ചെയ്യാം. അതിലുള്ളൊരു പ്രത്യേക വ്യത്യാസം ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയുള്ള സ്കാനേഴ്സിൽ നിന്നുള്ളൊരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നോർമലി നമ്മൾ കാണുന്ന എല്ലാ ഈ IR ഗണ്ണ് പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഈ ഡിസ്പ്ലേ അതിൻ്റെ തൊട്ട് പുറകിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ IR മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഈ ശരീരത്തോട് എടുക്കുന്ന ആരുടെ ടെമ്പറേച്ചറാണ് എടുക്കുന്നത് അയാളുടെ ശരീരത്തോട് വളരെ അടുത്ത് വന്നിട്ട് വേണം ഇത് വെക്കാൻ, അടുത്ത് കൊണ്ടുവരാനായിട്ടും. ആ റീഡിങ്ങും അതിൻ്റെ തൊട്ട് പുറകിലാണ്. അപ്പോൾ മെഷർമെൻറ്റ് എടുക്കുന്നത് ഞാനാണെങ്കിൽ ഞാൻ ആ ഒരു പൊട്ടൻഷ്യൽ പേഷ്യൻ്റ് ആവാവുന്ന ഒരാളുടെ വളരെ അടുത്ത് പോയിട്ട് ഞാനൊരു മെഷർമെൻറ്റ് എടുക്കുകയാണ് ആക്ച്വലി. അപ്പോൾ ഞാൻ അയാളുടെ ആയിട്ട് ഒരു അടുത്ത കോൺടാക്ട് വരികയാണ്. നമ്മൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് അപ്പോൾ വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഇക്വിപ്മെൻറ്റ് അങ്ങനെയല്ല. അത് നമ്മൾ ഈ മെഷർമെൻറ്റ് ചെയ്യുന്ന പ്രോസസ് ചെയ്യുന്ന ഇക്വിപ്മെൻറ്റും നമ്മൾ ഈ മെഷർമെൻറ്റ് എടുക്കുന്ന പ്രോബും തമ്മിൽ 1 മീറ്ററിൻ്റെ കേബിൾ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ദൂരത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ മെഷർമെൻറ്റ് എടുക്കുന്നത്. ഞാൻ റീഡ് ചെയ്യുന്നത് വേറൊരു അയാളുടെ മുഖത്ത് നോക്കിയിട്ടില്ല, ഞാൻ മാറി നിന്നുകൊണ്ടാണ് ആക്ച്വലി. അപ്പോൾ ആ ഒരു വ്യത്യാസത ഇതിനുണ്ട് ആക്ച്വലി. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ലാബിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഈ പേപ്പറുകൾ വരുമ്പോൾ ഞാൻ നേരത്തെ ഡിസിൻഫെക്ട് ചെയ്യുന്ന പേപ്പർ ഡിസിൻഫെക്ടർ ഞങ്ങളുടെ സെക്യൂരിറ്റിയിൽ തന്നെ അത് വെച്ചിട്ട് ഓൾറെഡി പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ സാനിറ്റൈസേഷന് വേണ്ടിയിട്ട് ഒരു ടണലിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സ്പ്രേ ചെയ്യുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആൾക്കാരില്ലാത്ത സമയത്ത് നമ്മളിപ്പോൾ ആൾക്കാർ വരുന്നതിന് മുമ്പും അവർ പോയി കഴിഞ്ഞ ശേഷമൊക്കെ നമുക്ക് ഇൻഡോർ സ്പേസും അതുപോലെ തന്നെ നമ്മുടെ എക്സ്റ്റേണൽ പെരിമീറ്റേഴ്സും ഏരിയാസും ഒക്കെ നമുക്ക് സാനിറ്റൈസ് ചെയ്യണം. അതെ. അപ്പോൾ അവിടെ നമ്മൾ ആൾക്കാരില്ലാത്ത സ്ഥലത്ത് നമുക്ക് പറഞ്ഞാൽ ഈ 1% സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ആണ് പലരും നിഷ്കർഷിച്ചിട്ടുള്ളത്. ചിലർ ഹൈഡ്രജൻ പെറോക്സൈഡ് പറയുന്നു. ഇൻഡോർ ആണെങ്കിൽ ഐസോൾ ബേസ് സൊല്യൂഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇൻഡോർ സ്പ്രേയിങ്ങിന് ഇപ്പോൾ നമുക്ക് ഓൾറെഡി സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. നമുക്കിപ്പം ബാക്ക് മൗണ്ടഡ് ആയിട്ടും ഫയർ എക്സ്റ്റിംഗ്വിഷർ പോലത്തെ ഒക്കെ സൊല്യൂഷൻസ് ഉണ്ട് ലാർജ് സ്കെയിൽ സ്പ്രേയിങ്ങിനായിട്ട്. ഔട്ട്ഡോറിൽ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും നമുക്കുള്ളത് ഈ പേഴ്സൺ ക്യാരീഡ് ആയിട്ടുള്ള ഒരു ഇക്വിപ്മെൻ്റ് ആണ്. അത് നമുക്കൊരു ലാർജർ ഏരിയ കവറേജിന് ടൈം എടുക്കും, കുറച്ചുകൂടി അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ വലിയ വലിയ വണ്ടികൾ, ഇപ്പോൾ നമ്മൾ ഫയർ എഞ്ചിനോ അല്ലെങ്കിൽ വാട്ടർ ടാങ്കർ പോലത്തെ വലിയ വണ്ടികളിൽ ഒന്നായി സൊല്യൂഷൻ കൊണ്ടുവന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നതാണ്. പക്ഷേ അതും നമുക്കൊരു പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞങ്ങളിവിടെ ചെയ്തൊരു ഇന്നോവേഷൻ ലാബിൽ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തുള്ളതെന്ന് വെച്ചാൽ ഒരു ചെറിയ വണ്ടി, ഇപ്പോൾ നമ്മളൊരു SUV പോലത്തെ ഒരു വണ്ടിയിൽ നമുക്ക് ആ വണ്ടിയിൽ ഒരു മാറ്റം വരുത്താതെ തന്നെ നമ്മൾ സ്പ്രേ ചെയ്യാനുള്ളൊരു മെക്കാനിസം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളിപ്പം ഈ ഓൾറെഡി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ സ്പ്രിംഗ്ലർ മെക്കാനിസംസ് ഉണ്ട്, എസ്പെഷ്യലി ഈ കാർഷിക ആവശ്യങ്ങൾക്കായിട്ട്. അപ്പോൾ അതിനൊന്ന് സ്ലൈറ്റ്ലി മോഡിഫൈ ചെയ്തുകൊണ്ട് ഒരു 50 ലിറ്ററിൻ്റെ ടാങ്ക് നമ്മൾ വെക്കാവുന്ന രീതിയിലുള്ളൊരു അതിൽ നിന്ന് വാട്ടർ സൊല്യൂഷൻ എടുത്തുകൊണ്ട് സ്പ്രേ ചെയ്യാവുന്ന ഒരു മെക്കാനിസം, അതും ടാർഗറ്റഡ് സ്പ്രേയിങ്. നമ്മൾക്ക് എല്ലാ ഏരിയയും കവർ ചെയ്യുന്നതിലുള്ള ടാർഗറ്റഡ് സ്പ്രേയിങ്. ഇതിനുള്ള പവർ വണ്ടിയിലത്തെ 12 വോൾട്ട് സപ്ലൈ തന്നെ എടുക്കുന്ന രീതിയിൽ ഒരു മെക്കാനിസം എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മളുടെ തന്നെ വണ്ടിയിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഞങ്ങളിപ്പോൾ അത് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കോമ്പൗണ്ടൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആക്ച്വലി. അപ്പോൾ ഈ എക്കോണോ വിസ്ക് അങ്ങനെയൊക്കെയുള്ള ഹൈ ആൻഡ് വേരിയൻറ്റ് വിസ്ക് അങ്ങനെയൊക്കെയുള്ള ആ ഒരു സിസ്റ്റവും മൊബൈൽ വിസ്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? അത് ഇതേമാതിരി തന്നെയാണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്? ഓക്കെ, അത് ഈ വിസ്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഈ വിസ്ക് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള എറണാകുളത്താണ്, നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. അതായത് ടച്ച് ചെയ്യാതെ പേഷ്യന്റ് സ്വാബ് എടുക്കുകയാണെങ്കിൽ അയാളെ ഒരു വിധത്തിലും ഒന്നും ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു കോൺസെപ്റ്റ് എറണാകുളത്ത് നേരത്തെ ഉണ്ട്. അത് മാത്രമല്ല, അത് ഇപ്പം നമ്മൾ എറണാകുളത്ത് ആദ്യം ചെയ്തതിനു ശേഷം പിന്നെ രാജ്യം ഒട്ടാകെ തന്നെ ഈ ഒരു എറണാകുളം മോഡൽ, നമ്മുടെ കേരള മോഡൽ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതിനെ പ്രശംസിച്ചിട്ട് വാഷിംഗ്ടൺ പോസ്റ്റിലൊക്കെ ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഇവിടുത്തെ ഡോക്ടേഴ്സ് ഡിസ്കസ് ചെയ്തപ്പം അവർ ഞങ്ങളുടെ ആശയങ്ങൾ പങ്കുവച്ചപ്പോൾ അവർ പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ പോർട്ടബിൾ ആയിട്ടുള്ള എക്കണോമിക്കലായിട്ടുള്ള ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ വേണമെന്ന് പറഞ്ഞു. കാരണം വിസ്ക് എന്ന് പറഞ്ഞ സംഭവം പലരും വളരെ കോസ്റ്റ്ലി ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു എൻഡിൽ നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവുള്ള വേർഷൻ, അതും നമുക്ക് എളുപ്പത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവർ പറഞ്ഞ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു രോഗി അല്ലെങ്കിൽ ഒരാൾ റിപ്പോർട്ട് ചെയ്യണം, എനിക്കിത് ഉണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പം അവർ വിളിച്ച് പറയുമ്പോൾ ഇപ്പം ഒരു ആംബുലൻസ് ഒരു നോഡൽ പോയിന്റിൽ നിന്ന് അവരെ ഒന്ന് പിക്ക് ചെയ്ത് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അപ്പോൾ അല്ലെങ്കിൽ ഒരു PHCയിൽ കൊണ്ടുപോയിട്ട് ചെയ്യാം. അപ്പോൾ PHCയിൽ അവർ സർട്ടിഫൈ ചെയ്ത് പിന്നെ അവിടേക്ക് വിടുന്നു. അപ്പോൾ ഈ കൊണ്ടുവന്ന PHCയിലോ അല്ലെങ്കിൽ നിയറസ്റ്റ് സ്ഥലത്ത് തന്നെ നമുക്ക് ഇങ്ങനത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു നോക്ക് ഡൗൺ കിറ്റായിട്ട് നമുക്ക് ഈ എൻ്റയർ വിസ്ക് എന്ന സംഭവത്തിന് ജസ്റ്റ് ഒരു ബോക്സിനുള്ളിൽ വരുന്ന രീതിയിലാക്കിയിട്ട് അതിനെ ഒരു പെട്ടിയോട്ടോ ഈവൻ ഹെലികോപ്റ്റർ, ഇപ്പോൾ നേവിയുടെ റിക്വയർമെൻറ്റ് വേറെ ഔട്ട് പോസ്റ്റിലേക്ക് കൂടെ ഒരു ഹെലികോപ്റ്ററിലൊക്കെ ആവുന്ന രീതിയിൽ ഒരു വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒരു 15,000 രൂപയുടെ ഉള്ളിൽ വരുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷൻ. അപ്പോൾ അതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്നലെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് അവർ ഇവാലുവേഷൻ നടത്തിയിട്ടുണ്ട്. നമ്മളതിന് കുറച്ച് മോഡിഫിക്കേഷൻ നടത്തിയിട്ട് അടുത്ത ആഴ്ച തന്നെ അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് പുറത്ത് വരുന്നതാണ്. അപ്പോൾ വളരെ സൗകര്യപ്രദമായിട്ട് നമുക്ക് ഇത് ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു രോഗിയിലെ അണുബാധയുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ 2 വെർഷൻ കൂടി ചെയ്യുന്നുണ്ട്. ഒന്ന് പിന്നെ ഒരു ഹൈ എൻഡ് വെർഷനായിട്ട് നമ്മളൊരു എയർപോർട്ട് പോലത്തെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ധാരാളം പുറത്തൊക്കെ ആൾക്കാർ വരുമ്പോൾ നമുക്കിപ്പം ഈ ഈ സ്വാബ് തന്നെയല്ല, ഈവൻ ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും മെഷർമെൻറ്റ് നടത്താണെങ്കിലും ആളോട് നേരിട്ട് എക്സ്പോസ് ആവാതെ ചെയ്യാവുന്ന കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഹൈ എൻഡ് ആയിട്ടുള്ള വെർഷൻ. കിറ്റൊന്നും ഇടാതെ ഒരാളുടെ സ്വാബ് അല്ലെങ്കിൽ സ്രവം തൊണ്ടയിൽ നിന്നോ അല്ലെങ്കിൽ മൂക്കിൽ നിന്നോ ഈവൻ മറ്റ് മെഷർമെന്റ്സ്, ഈവൻ ബോഡിലി മെഷർമെന്റ്സ്, ഈവൻ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്ന റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ വരെ നമ്മൾ അവരെ എക്സ്പോസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആ രീതിയിൽ കുറച്ചുകൂടി നല്ല ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ എയർ കണ്ടീഷനിങ്ങും പിന്നെ ഈവൻ ഫെസിലിറ്റി, ഇപ്പം
ഡാറ്റ റെക്കോർഡ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും പിന്നെ ഡിസ്പ്ലേ ഉള്ള ഫെസിലിറ്റിയും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റിയും എല്ലാം ഉള്ള ഒരു ഹൈ എൻഡ് വെർഷൻ കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമതൊരു വെർഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡാറ്റ കളക്ഷൻ നടത്തണമെങ്കിൽ ആൾ കളക്ഷൻ ബൂത്തിലേക്ക് വരുന്നതിന് പകരം കളക്ഷൻ ബൂത്ത് അയാളുടെ അടുത്തേക്ക് പോകുന്ന പോലെ നമ്മളൊരു വണ്ടിയിൽ തന്നെ ഘടിപ്പിക്കാവുന്ന രീതിയിലുള്ള വിസ്ക്, അതാണ് മൊബൈൽ വിസ്ക് എന്ന് പറയുന്നത്. അതും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ്. അപ്പോൾ നേരെ അവിടെ പോയിട്ട് നമ്മൾ ആൾക്കാരെ എക്സ്പോസ് ചെയ്യുന്നില്ല, അയാൾ എവിടെയാണോ ഉള്ളത് അവിടെ പോയിട്ട് ഐസൊലേഷനുള്ള സ്ഥലം പോയിട്ട് എടുത്ത് വരും. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കൊരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഫാക്ടറിയിലോ ഒക്കെ കൊണ്ടുപോയി വേണമെങ്കിൽ ഒരു ക്യാമ്പ് പോലെ നടത്താനും സാധിക്കും. എമർജൻസി കേസിൽ പോകാൻ പറ്റും. അത് പുറത്തിറങ്ങാതെ തന്നെ, ഈ ആംബുലൻസിൽ നിന്നാണെങ്കിൽ പുറത്തിറങ്ങാതെ തന്നെ അവർക്ക് അകത്തിരുന്നുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ കളക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ NPOയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ഈ COVID-19 ബന്ധപ്പെട്ട സ്കാനറുകളും അതിൽ സ്വാബ് കളക്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ശബ്ദവും തെർമൽ ഇതുമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം, അതായത് നിങ്ങളിപ്പോൾ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അത് പ്രായോഗിക തലത്തിൽ നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ പ്രയോജനം കിട്ടുന്ന രീതിയിൽ ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഒരുപാട് കണ്ടുപിടുത്തങ്ങളായിട്ട് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വിജയൻപിള്ള സാറിൻ്റെ നേതൃത്വത്തിലും അതിലെ സമീറിൻ്റെയൊക്കെ സഹകരണത്തോടു കൂടിയൊക്കെ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആപത്ഘട്ടങ്ങളിൽ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ NPOയിൽ നിന്നും DRDOയിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. നിങ്ങൾ ചെയ്ത ഈ വളരെ നല്ല കാര്യങ്ങൾ, അതായത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ ഒരു റിസർച്ച് എന്ന് പറഞ്ഞാൽ ആ ലാബിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതായിട്ടാണ് പലപ്പോഴും പലരെയും നമ്മൾ കുറ്റപ്പെടുത്തി പറയാറുള്ളത്. അപ്പോൾ അതിനൊരു മറുവാക്ക് എന്നുള്ള രീതിയിലാണ് നിങ്ങളിപ്പോൾ അത് സമൂഹത്തിന് പ്രയോജനപ്പെടണം. നിങ്ങളുടെ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസുരക്ഷ അത് സമൂഹത്തിൻ്റെ സുരക്ഷയും കൂടെ ആയി മാറണം എന്നുള്ളൊരു ലക്ഷ്യവും കൂടെ നിങ്ങൾ ഇതിൽ മുന്നിൽ വെച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പങ്കുവച്ചിട്ടുണ്ട്. രണ്ടുപേർക്കും ആകാശവാണിയുടെ പേരിലും ജനങ്ങളുടെ പേരിലും നന്ദി പറയുന്നു. വളരെ നന്ദി സാർ. COVID-19 നേരിടാൻ NPOL എന്ന ദേശരക്ഷകരുടെ കൈത്താങ്ങ്. NPOL കൊച്ചിയിലെ ഔട്ട്സ്റ്റാൻഡിംഗ് സയന്റിസ്റ്റും ഡയറക്ടറുമായ വിജയൻപിള്ള, പ്രോജക്ട് ഡയറക്ടറും ഗ്രേഡ് സയന്റിസ്റ്റുമായ സമീർ അബ്ദുൾ അസീസ് എന്നിവരുമായുള്ള അഭിമുഖമാണ് നിങ്ങൾ കേട്ടത്. അഭിമുഖം നിർവഹണം TP രാജേഷ്.